ഉറക്കെന്ന് പറയാവോ? ഹാലേലൂയ. കുറച്ചുകൂടി ഉറക്കെ ഹാലേലൂയ. എല്ലാവരും ഉറക്കെ ഹാലേലൂയ. നമുക്കൊന്ന് വലതുകരം ഉയർത്തിപ്പിടിക്കാം, വലതുകരം ഉയർത്തിപ്പിടിക്കാം, ഇടതുകരം ഹൃദയത്തിൽ വയ്ക്കാം, ഉറക്കെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ ആദരിക്കുന്നു, ഞാനങ്ങയെ അംഗീകരിക്കുന്നു, ഞാനങ്ങയെ അനുസരിക്കുന്നു, ഞാനങ്ങയെ അനുഗമിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങേക്ക് ശിഷ്യപ്പെടുന്നു. വചനം ശ്രവിക്കാൻ, വചനം ഗ്രഹിക്കാൻ, വചനം ഭക്ഷിക്കാൻ, വചനം ജീവിക്കാൻ, വചനം പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇരട്ടി സ്വരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടി യേശു നാമശക്തിയാൽ, യേശു വചനശക്തിയാൽ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും തിരുമുറിവുകളുടെയും വിമല ഹൃദയത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും വിശുദ്ധ കൂദാശകളുടെയും തിരുക്കുരിശിൻ്റെയും വിശുദ്ധരുടെ വിശുദ്ധിയുടെയും മാലാഖമാരുടെ പ്രാർത്ഥനകളുടെയും പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൻ്റെയും ശക്തിയാൽ എല്ലാ തിന്മകളും പൈശാചിക ഉപദ്രവങ്ങളും പ്രലോഭനങ്ങളും ഞങ്ങളിൽ നിന്നും, ഈ ആലയത്തിൽ നിന്നും, ഇതിൻ്റെ പരിസരങ്ങളിൽ നിന്നും, ശുശ്രൂഷകളിൽ നിന്നും, ശുശ്രൂഷകരിൽ നിന്നും, അഭിഷിക്തരിൽ നിന്നും, പ്രഘോഷകരിൽ നിന്നും വിട്ടുപോകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഇടതും വലുതിരിക്കുന്നവർക്കൊന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാം. കണ്ണിൽ നോക്കി പുഞ്ചിരിയോടെ ഒന്ന് പ്രൈസിലോട് പറയാം. മുന്നിലും പുറകിലിരിക്കുന്നവർക്ക് കൂടെ ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാം. കണ്ണിൽ നോക്കി പുഞ്ചിരിയോടെ ഒന്ന് പ്രൈസിലോട് പറയാം. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ മാത്രം ഒന്ന് നോക്കിക്കൊണ്ട്, രണ്ട് കൈകൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയെ മാത്രം നോക്കി 3 പ്രാവശ്യം ഉറക്കെ ഒന്ന് പ്രൈസിലോട് പറയാവോ? കൈകളൊന്ന് വീശിക്കൊണ്ട് 3 വട്ടം ഉറക്കെ ഒന്ന് ഹല്ലേലൂയ പറയാവോ? ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും വലിയ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനുള്ള ഒരുക്കത്തിലാണ്. നമ്മളെല്ലാവരും വലിയ ഒരു ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഏത് ബർത്ത്ഡേ സെലിബ്രേഷനാണ് അല്ലെങ്കിൽ ഏത് ജന്മദിന ആഘോഷത്തിനാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈശോയുടെ ജന്മദിനം ആഘോഷിക്കാൻ, ഈശോയുടെ പിറവി ആഘോഷിക്കാൻ, ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടെയും ഏറ്റവും ആനന്ദത്തോടു കൂടെയും നമ്മൾ ആഘോഷിക്കാറുള്ള തിരുനാളാണ് ക്രിസ്മസ്. തിരുനാളുകളുടെ തിരുനാൾ എന്നൊക്കെ ക്രിസ്മസ്, ഈസ്റ്റർ ഈ തിരുനാളുകൾ അറിയപ്പെടാറുണ്ട്. തിരുനാളുകളുടെ തിരുനാൾ. നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ആനന്ദത്തോടെ ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഒരുപാട് ഒരുക്കങ്ങൾ. ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള 25 ദിവസങ്ങൾ, ഡിസംബർ 1-ാം തീയതി മുതൽ തന്നെ മിക്കവാറും നമ്മുടെ എല്ലാ ഭവനങ്ങളിലും നക്ഷത്ര വിളക്കുകൾ നമ്മൾ ചാർത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നല്ലൊരു പുൽക്കൂട് ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാകും. ദേവാലയങ്ങളിലാണെങ്കിൽ CLCയോ ജീസസ് യൂത്തോ KCYMോ അങ്ങനെയൊക്കെയുള്ള ജനങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്രിബ്, മനോഹരമായ പുൽക്കൂട് ഒരുക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. ഇതുകൂടാതെ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് കാർഡ്, ഇങ്ങനെ ക്രിസ്മസ് കരോള്, ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയ ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത്. ലോകത്ത് ഒരാളുടെയും ജന്മദിനം ഇത്രയും അധികം ആളുകൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന മറ്റൊരു ജന്മദിനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നല്ല, അങ്ങനെയില്ല, വേറൊരു ജന്മദിനമില്ല. ഈശോയുടെ ജന്മദിനം പോലെ, ക്രിസ്മസ് പോലെ ഇത്രയധികം ആളുകൾ, കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ
ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ മാത്രമല്ല കോടിക്കണക്കിന് മനുഷ്യർ, ക്രൈസ്തവരോ അക്രൈസ്തവരോ ഒക്കെ ആകട്ടെ, കോടിക്കണക്കിന് മനുഷ്യർ ക്രിസ്മസ്, യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ കടന്നു പോവാണ്. പ്രിയപ്പെട്ടവർ, ശരിക്കും എന്താണ് ക്രിസ്മസ്? എന്തിനാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്? ഇതൊക്കെ നമുക്കൊന്ന് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും ഒക്കെ ഒന്ന് വിഷയമാക്കുന്നത് നല്ലതാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിനെ നമുക്ക് പല രീതിയിൽ വിശദീകരിക്കാൻ പറ്റും. ഞാൻ കേട്ടിട്ടുള്ള, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ചിന്ത ആദ്യം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. അതിങ്ങനെയാണ്: മണ്ണിലെ ഉണ്ണികളെ വിണ്ണിലെ ഉണ്ണികളാക്കാൻ വിണ്ണിലെ ഉണ്ണി മണ്ണിലെ ഉണ്ണിയായി തീർന്നതാണ് മനുഷ്യാവതാരം അഥവാ ക്രിസ്മസ്. നിങ്ങളൊന്ന് പറഞ്ഞേ, മണ്ണിലെ ഉണ്ണികളെ മണ്ണുണ്ണി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും കൂടെ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. മണ്ണിലെ ഉണ്ണികളെ വിണ്ണിലെ ഉണ്ണികളാക്കാൻ വിണ്ണിലെ ഉണ്ണി മണ്ണിലെ ഉണ്ണിയായി തീർന്നതാണ് മനുഷ്യാവതാരം അഥവാ ക്രിസ്മസ്. ഒന്ന് പറയാൻ ശ്രമിച്ചേ. മണ്ണിലെ ഉണ്ണികളെ വിണ്ണിലെ ഉണ്ണികളാക്കാൻ വിണ്ണിലെ ഉണ്ണി മണ്ണിലെ ഉണ്ണിയായി തീർന്നതാണ് മനുഷ്യാവതാരം അഥവാ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ വാചകത്തിൻ്റെ അർത്ഥം വിശദീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മണ്ണിലെ ഉണ്ണികൾ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ ഭൂമിയിലെ മനുഷ്യരായ നമ്മളെ ഓരോരുത്തരെയും വിണ്ണിലെ ഉണ്ണികളാക്കി മാറ്റാൻ, എന്ന് വെച്ചാൽ മനുഷ്യപുത്രരായ നമ്മെ ദൈവപുത്രരാക്കി മാറ്റാൻ, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റാൻ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റാൻ വിണ്ണിലെ ഉണ്ണി, അതാരാണ്? ഈശോ, ദൈവപുത്രൻ, മണ്ണിലെ ഉണ്ണിയായി തീർന്നു, മനുഷ്യനായി തീർന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മനുഷ്യാവതാരം അഥവാ ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്തിനാണ് ദൈവപുത്രൻ മനുഷ്യനായി മാറിയത്? എന്തിനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്? ഒരു കൊച്ചു കഥ കേട്ടിട്ടുണ്ട്. കഥ ഇങ്ങനെയാണ്: ഒരിക്കൽ ഒരു ക്രിസ്മസിൻ്റെ പാതിരാവിലെ ദേവാലയത്തിൽ കുർബാന തുടങ്ങാനുള്ള സമയം ഏകദേശമായി. അപ്പോൾ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഒരു കുടുംബനാഥ, ആ വീട്ടമ്മ ഒരുങ്ങാണ്. പക്ഷെ ഭർത്താവ് പൊതുവെ കുർബാനയ്ക്ക് പോകാത്ത ആളാണ്. പള്ളിക്കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല, അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പം അദ്ദേഹത്തെ ക്രിസ്മസിൻ്റെ അന്നെങ്കിലും തൻ്റെ ഭർത്താവ് ഒന്ന് കുർബാനയ്ക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഈ പാവം ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അദ്ദേഹം എഴുന്നേക്കാൻ കൂട്ടാക്കുന്നില്ല, കുർബാനയ്ക്ക് വരാൻ തയ്യാറാകുന്നില്ല. അപ്പം അദ്ദേഹത്തോട് പിന്നെയും പറഞ്ഞ്, ക്രിസ്മസ് അല്ല, ഇന്നെങ്കിലും ഒന്ന് കുർബാനയിൽ പങ്കെടുക്ക് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ദേഷ്യത്തോടു കൂടെ ഭാര്യയോട് തട്ടിക്കയറിക്കൊണ്ട് പറയാണ്, പിന്നെ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നൊക്കെ പറയുന്ന ഈ പൊട്ടക്കഥ അത് നീ വിശ്വസിച്ചാൽ മതി, എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു കിടന്നു. പിന്നെ നല്ലൊരു ദിവസമായിട്ട് തല്ലുകൂടണ്ടല്ലോ എന്ന് കരുതി ഭാര്യ പിന്നെ ഒന്നും മിണ്ടാതെ ദേവാലയത്തിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ആ മനുഷ്യൻ കിടക്കുമ്പോൾ, ആ വീട്ടിൽ തൻ്റെ മുറിക്കകത്ത് കിടക്കുമ്പോൾ എന്തോ ശക്തമായി കാറ്റടിച്ച് ഒരു വൃക്ഷത്തിൻ്റെ കമ്പ്, വീട്ടുമുറ്റത്തുള്ള വൃക്ഷത്തിൻ്റെ കമ്പ് ഒടിഞ്ഞ് താഴെ വീഴണം. അപ്പോൾ അതിൻ്റെ സ്വരം കേട്ട് അദ്ദേഹം പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കമ്പ് ഒടിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ആ കമ്പിൽ, ആ വൃക്ഷത്തിൻ്റെ ആ കമ്പിൽ ഒരു കിളിക്കൂടുണ്ടായിരുന്നു, കുറേ കിളിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പറക്കാൻ ശേഷിയായിട്ടില്ല, പക്ഷെ ഇങ്ങനെ അത്യാവശ്യം നടക്കാൻ ശേഷിയുണ്ട്. ഇദ്ദേഹത്തിന് ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അലിവ് തോന്നി. ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു അലിവ് തോന്നി, ഒരു അനുകമ്പ തോന്നി. അത് ആ തണുപ്പിൽ, ആ മഞ്ഞിൽ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അറ്റങ്ങൾ ഏതാനും സമയം കഴിയുമ്പോഴേക്കും ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് ആ കിളിക്കുഞ്ഞുങ്ങളെ മുഴുവൻ തൻ്റെ വാഹനം പാർക്ക് ചെയ്യുന്ന ആ കാർ ഷെഡിൻ്റെ ഭാഗത്തേക്ക്, അതിൻ്റെ തൊട്ടടുത്താണ് മരം ഒടിഞ്ഞ് വീണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ കിളിക്കുഞ്ഞുങ്ങളെ ഒന്ന് ആ കാർ ഷെഡിലേക്ക് ആക്കാൻ അദ്ദേഹം ഒന്ന് പരിശ്രമിച്ചു. അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് പിടിതരുന്നില്ല. അതിങ്ങനെ പേടിച്ച് ഇങ്ങനെ മാറി പോവാണ്. അപ്പോൾ മറുവശത്തെ കൂടെ ആട്ടി ഇതിൻ്റെ അകത്തേക്ക് ആക്കാൻ ശ്രമിക്കുന്നു, ഈ കാർ ഷെഡിനകത്തേക്ക് ആക്കാൻ ശ്രമിക്കുന്നു. അന്നേരം കിളിക്കുഞ്ഞുങ്ങൾ പേടിച്ച് അത് വേറൊരു വശത്തെ കൂടെ പോകും. അപ്പോൾ ആ വശത്ത് കൂടെ വന്ന് ആട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റു വശത്ത് കൂടെ പോകും. കുറേ കഴിഞ്ഞ് ഇദ്ദേഹം മടുത്തു. ഇദ്ദേഹം മനസ്സിങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഇതിറ്റങ്ങളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്, ഇത് മുഴുവൻ അതിലേക്ക് ആ കാർ ഷെഡിനകത്തേക്ക് ആക്കാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം പിന്നെ തണുപ്പിൽ നിന്ന് കുറച്ചൊക്കെ രക്ഷ കിട്ടും. ഈ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിമണികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് കൊടുത്ത് ഇതിനെ സംരക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇതിറ്റങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ലല്ലോ. ഇവരുടെ ഭാഷയിൽ സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിരുന്നെങ്കിൽ, ഞാനും ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ ഒരു പക്ഷിയായിരുന്നെങ്കിൽ ഇവരുടെ ഭാഷയിൽ എനിക്ക് സംസാരിക്കാമായിരുന്നു. ഇന്ന് ഇദ്ദേഹം ഉള്ളിൽ ഇങ്ങനെ വെറുതെ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്രിസ്മസിൻ്റെ കുർബാന തുടങ്ങാനുള്ള ദേവാലയത്തിൽ മണി മുഴങ്ങുന്നത്. ആ മണിമുഴക്കം അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഒരുപാട് ഉദ്ദീപിപ്പിക്കുകയാണ്.
അദ്ദേഹം അതുവരെ ചിന്തിച്ച കാര്യങ്ങൾ ക്രിസ്മസിനോട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ പാതിരാവിൽ തുടങ്ങാനിരിക്കുന്ന കുർബാനയോട് ബന്ധപ്പെടുത്തി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കർത്താവ് കൊടുക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന്. മനുഷ്യരായ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ ദൈവം മനുഷ്യനായി മാറി. അതാണ് ക്രിസ്മസ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് ക്രിസ്മസ് എന്ന സത്യം അദ്ദേഹം ആ സമയം തിരിച്ചറിയാണ്. ഇതൊരു കൊച്ചു കഥയാണ്, എങ്കിലും നമുക്ക് ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാവുന്ന, പ്രാർത്ഥിക്കാവുന്ന മനോഹരമായൊരു ചിന്ത ഇവിടെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. നമുക്കിടയിൽ ജീവിച്ച്, നമ്മളോടൊപ്പമായിരുന്ന്, നമ്മുടെ ഭാഷ സംസാരിച്ച്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മളോട് സംസാരിക്കാൻ, നമ്മോട് സംവദിക്കാൻ വേണ്ടി ദൈവം ഇതാ മനുഷ്യനായി മാറി. അതാണ് മനുഷ്യാവതാരം അഥവാ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കൈകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്ന് പറയുന്നത്, മനുഷ്യാവതാരം എന്ന് പറയുന്നത്, ദൈവപുത്രൻ്റെ ജനനമെന്ന് പറയുന്നത് ചുമ്മാ ഒരു കഥ അല്ല. അത് ആരുടെയോ ഭാവനയിൽ വിരിഞ്ഞ ഒരു നോവൽ അല്ല. അത് ഏതോ സാഹിത്യകാരൻ എഴുതിപ്പിടിപ്പിച്ച എന്തോ ഒരു ഇതിഹാസമോ പുരാണമോ അല്ല. ഇതൊരു ഐതിഹ്യമല്ല. പിന്നെന്താണ്? ഇതൊരു സംഭവമാണ്. ചരിത്രത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് പലസ്തീനായിൽ ബേത്ലഹേമിൽ നടന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ദൈവപുത്രൻ്റെ ജനനം അഥവാ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു. അപ്പോൾ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ്, ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചവനാണ് ദൈവപുത്രനായ മിശിഹ. സത്യത്തിൽ എന്തിനാണ് ഈ മനുഷ്യാവതാരം ആവശ്യമായി വന്നത്? മനുഷ്യാവതാരത്തിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ ബൈബിൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആദ്യ മനുഷ്യർ, ആദ്യ മാതാപിതാക്കളായ ആദവും ഹവയും, അവർ പാപം ചെയ്തതോടുകൂടെ അവർക്ക് അവകാശമുണ്ടായിരുന്ന ദൈവകൃപ അവർ നഷ്ടപ്പെടുത്തുകയാണ്. അവർക്ക് അത്രയും നാളും ഉണ്ടായിരുന്ന ദൈവാനുഭവം അല്ലെങ്കിൽ ദൈവകൃപ, ദൈവ അനുഗ്രഹം അവരതിനെ നഷ്ടപ്പെടുത്തി കളയാണ്. അവർ പറുദീസ നഷ്ടമാക്കുകയാണ്, അവർ സ്വർഗം നഷ്ടമാക്കി കളയാണ്. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ പാപത്തിന് അടിമകളാക്കപ്പെട്ട, പിശാചിന് അടിമകളാക്കപ്പെട്ട, പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾക്ക് അടിമകളാക്കപ്പെട്ട, പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾക്ക് അടിമകളാക്കപ്പെട്ട മനുഷ്യവംശം മുഴുവനെയും, ആദ്യ മാതാപിതാക്കളെ മാത്രമല്ല അവരിലൂടെ പിന്നീട് ജനിച്ച സകല മനുഷ്യവംശത്തെയും രക്ഷിക്കുന്നതിന് ഒരാൾ വരേണ്ടത് ആവശ്യമായിരുന്നു, ഒരു രക്ഷകൻ വരേണ്ടത് ആവശ്യമായിരുന്നു. അപ്പം മനുഷ്യനെ രക്ഷിക്കുക സാധ്യമല്ല. പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ അവതരിച്ചത്. ദൈവത്തിന് അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് ലോകം മുഴുവനെയും രക്ഷിക്കാൻ, മനുഷ്യവംശത്തെ രക്ഷിക്കാൻ, പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, പിശാചിൽ നിന്നും, പാപത്തിൻ്റെ ദുരിത ഫലങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനായി അവതരിക്കുകയാണ്. അപ്പം ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരംഭിച്ചത് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കം എന്തിനുണ്ട്? മനുഷ്യാവതാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനും അത്രയും ദൈർഘ്യമുള്ള ഒരു ചരിത്രമുണ്ട്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവമായ കർത്താവ്, മനുഷ്യർ പാപം ചെയ്തു, പാപത്തിൻ്റെ ഫലമായി അവർക്ക് പറുദീസ നഷ്ടപ്പെട്ടു. പറുദീസ നഷ്ടപ്പെട്ട ആ സമയത്ത് തന്നെ, ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് അവർ അർഹരായ നിമിഷം തന്നെ കർത്താവ് അവർക്ക് രക്ഷകനെയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രധാനമായും 2 തലക്കെട്ടുകൾ കാണുന്നു. ആദ്യത്തെ തലക്കെട്ട് മനുഷ്യൻ്റെ പതനം എന്നാണ് നമ്മൾ കാണുന്നത് എങ്കിൽ, ആ പതനത്തെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം, മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം തുടർന്ന് നമ്മൾ കാണുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് ശിക്ഷയും വാഗ്ദാനവും. അവിടെ ശിക്ഷയോടൊപ്പം ഒരു വാഗ്ദാനവും നമ്മൾ കാണുന്നു. മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായി മനുഷ്യൻ ശിക്ഷയ്ക്ക് അർഹരാക്കപ്പെട്ടു, കൃപ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ അങ്ങനെ ശിക്ഷയ്ക്ക് അർഹരാക്കപ്പെട്ട മനുഷ്യർക്ക് കരുണയുള്ള കർത്താവ് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്, അഥവാ രക്ഷ വാഗ്ദാനം ചെയ്യുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ദൈവം സർപ്പത്തോട് പറയുന്ന വാക്കുകളാണ്. ദൈവം സർപ്പത്തോട് എന്താ പറഞ്ഞത്? നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. സർപ്പത്തിൻ്റെ അഥവാ പിശാചിൻ്റെ
തല തകർക്കുന്ന ഈ സന്തതി ആരാണ്? അതിനു മുമ്പ് തല തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സർപ്പത്തോടെ കർത്താവ് പറയുന്നേ നിൻ്റെ തല തകർക്കുമെന്ന്. തല തകർക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളാരെങ്കിലും പാമ്പിനെ തല്ലിക്കൊന്ന് പരിചയമുള്ള വല്ലവരും ഉണ്ടോ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പാമ്പിനെ കൊന്നവരുണ്ടോ? ആരും ഇല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവും. കുറച്ച് പേരുണ്ട്. പാമ്പിനെ കൊല്ലണമെങ്കിൽ എവിടെയാണ് തല്ലേണ്ടത്? വാലയിൽ തല്ലിയാൽ പാമ്പ് തിരിഞ്ഞ് നമ്മളെ കൊത്തും. നടുവിനിട്ട് അടിച്ചാലോ നടുവൊടിഞ്ഞ് അതിന് അനങ്ങാൻ പറ്റാതെ കിടക്കും, പക്ഷെ അപ്പോഴും ചാകില്ല. പാമ്പ് ചാകണമെങ്കിൽ എവിടെ ഇട്ടടിക്കണം? തലക്കിട്ടടിക്കണം. അപ്പോൾ പാമ്പിൻ്റെ തല തകർക്കും, സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? തിന്മയെ, പിശാചിനെ നിശേഷം തോൽപ്പിക്കുക, നിശേഷം തോൽപ്പിക്കുക, നിശേഷം തോൽപ്പിക്കുക. അങ്ങനെ പിശാചിനെ നിശേഷം തോൽപ്പിക്കുന്ന വ്യക്തി ആരാണ്? ഈശോയാണ്. ആ ഈശോയെക്കുറിച്ച് സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന സന്തതി, അതായത് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് പിശാച് ഇപ്പോഴിതാ ആധിപത്യം സ്ഥാപിച്ചു. എപ്പോൾ? ആദ്യമാതാപിതാക്കൾ പാപം ചെയ്തതോടുകൂടെ ആദ്യമാതാപിതാക്കളിലും അവരിലൂടെ മനുഷ്യവംശം മുഴുവനിലും അവരിലൂടെ പ്രകൃതിയും പ്രപഞ്ചം മുഴുവനിലും പിശാചിന് ഒരു അധികാരം കൈവരാണ്. അതുവരെ ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് പിശാചിന് മനുഷ്യൻ്റെ മേൽ അധികാരം കൈവന്നത്? എപ്പോഴാണ് പിശാചിന് ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരം കൈവന്നത്? എപ്പോഴാണ്? മനുഷ്യർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ. പാപം ചെയ്തപ്പോൾ പിശാചിന് മനുഷ്യരുടെ മേൽ അധികാരമായി, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ മേലും അധികാരമായി. നമ്മൾ ബൈബിളിൽ അത് വായിക്കുന്നുണ്ട്. ആദത്തോട് ദൈവം പറയുന്നുണ്ട്, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും, മണ്ണ് നിനക്കെതിരെ ഞെരിഞ്ഞിലുകളും മുള്ളുകളും പുറപ്പെടുവിക്കും. സത്യത്തിൽ എന്താണ് ഈ ശാപം? നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതൊക്കെ നന്മയായിരുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മയായ കാര്യങ്ങളായിരുന്നു. മനുഷ്യർ പാപം ചെയ്തപ്പോൾ നന്മ നീങ്ങിപ്പോവുകയും തിന്മ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ കൃപ നഷ്ടപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ശാപം. കൃപ നഷ്ടപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ പോലും അന്തരീക്ഷത്തിൽ പോലും ഒരു ശാപം കയറി വരുന്നു, അഥവാ പിശാചിൻ്റെ സ്വാധീന വലയത്തിലേക്ക് വരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രപഞ്ചവും ലോകവും ഭൂമിയും അല്ലെങ്കിൽ മനുഷ്യവംശം മുഴുവനിലേക്കും പിശാചിൻ്റെ ആധിപത്യ ശക്തി കടന്നു വന്നുവെങ്കിൽ അതിനെ നിശേഷം തകർത്ത് പിശാചിനെ തോൽപ്പിച്ച് പാപത്തിൽ നിന്നും പിശാചിൽ നിന്നും പാപത്തിൻ്റെ ഫലമായി വരുന്ന ശാപത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സകലരെയും രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരുമെന്ന വാഗ്ദാനം ഇവിടെ വെച്ച് തന്നെ ആ ശിക്ഷയോടൊപ്പം തന്നെ വാഗ്ദാനവും നൽകപ്പെടുകയാണ്. അപ്പം മനുഷ്യവംശത്തോളം തന്നെ, ആ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കം എന്തിനുണ്ട്? രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിനുണ്ട്. മനുഷ്യർ അന്ന് ആരംഭിച്ചു കാത്തിരിപ്പ്. അന്ന് മുതൽ മനുഷ്യവംശം, വിശേഷിച്ച് ലോകം മുഴുവനും, വിശേഷിച്ച് ഇസ്രായേൽ ജനത ഒരു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ്. പാപത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ, ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, പിശാചിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അന്നേ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ കാണാം, ഈ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ചരിത്രമാണ് ഇസ്രായേലിൻ്റെ ചരിത്രം, അഥവാ പഴയ നിയമ ചരിത്രം. പ്രവചനങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ നേരിട്ടോ പരോക്ഷമായോ ദൈവമായ കർത്താവ് ഈ വരവിനെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ, പല അവസരങ്ങളിൽ ഇങ്ങനെ പ്രവചിക്കുന്നതായി, കർത്താവ് അറിയിപ്പ് കൊടുക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഉൽപ്പത്തി 3:15. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഹാലേലൂയാം. സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലൂയാം. വലതരം ഉയർത്തി പറഞ്ഞേ ഹാലേലൂയാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഹാലേലൂയാം. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വഴി ദൈവമായ കർത്താവ് അരുളി ചെയ്ത വാക്കുകൾ, പ്രവചനമാണ് നമുക്കിവിടെ കാണുക. വീണ്ടും മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം, ബേത്ലഹേം, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. വലതുകരം ഉയർത്തി ഹാലേലൂയാം, ഹാലേലൂയാം, ഹാലേലൂയാം. സ്നേഹമുള്ളവരെ, മിക്കാ പ്രവാചകനിലൂടെ ഇതാ ദൈവമായ കർത്താവ് രക്ഷകൻ്റെ വരവിനെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച് ഇതാ അറിയിപ്പ് കൊടുക്കുകയാണ്, അഥവാ പ്രവചിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്നത് ഒരു പ്രവചന ഗ്രന്ഥമാണ്.
പഴയ നിയമം മുഴുവനും 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 വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച്. അവൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ കടന്നു പോകേണ്ട സഹനങ്ങൾ, അവൻ്റെ കുരിശിലെ മരണം, അവൻ്റെ ഉയിർപ്പ്, ഇതിലേക്കാണ് വിശുദ്ധ ഗ്രന്ഥം, പഴയ നിയമ ഗ്രന്ഥ പുസ്തകങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ആഴത്തിൽ വായിച്ച് ധ്യാനിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമ ജനത മുഴുവനും ഈ രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ലോകം മുഴുവനും ഈ രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ ലോകം മുഴുവനും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ മാത്രമല്ല, പല മതഗ്രന്ഥങ്ങളിലും മറ്റു മതസ്ഥരുടെ മതഗ്രന്ഥങ്ങളിൽ പോലും ഇതിൻ്റെ സൂചനകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹൈന്ദവ പണ്ഡിതൻ, അദ്ദേഹത്തിന് ഹൈന്ദവ പുരാണങ്ങളിൽ അല്ലെങ്കിൽ വേദങ്ങളിലൊക്കെ ഒത്തിരി ആഴമായ അറിവുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വേദങ്ങൾ വായിച്ച് ധ്യാനിച്ച് അവസാനം അദ്ദേഹം ഒരു വലിയ ഉത്തരത്തിലേക്ക്, ഒരു വലിയ സത്യം അദ്ദേഹം കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തൽ ഇതാണ്: ഈ വേദങ്ങളിൽ ലോകം മുഴുവനെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വരാനിരിക്കുന്ന ഒരു പ്രജാപതിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു രക്ഷകനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രജാപതി അഥവാ രക്ഷകൻ, അദ്ദേഹത്തിൻ്റെ 10 ലക്ഷണങ്ങൾ, ആരാണ് ഈ രക്ഷകൻ എന്ന് സൂചിപ്പിക്കുന്ന 10 ലക്ഷണങ്ങളും ആ വേദപുസ്തകത്തിൽ വേദത്തിൽ പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിയെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അത് യേശു ക്രിസ്തുവാണ് എന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുകയാണ്. അങ്ങനെ അദ്ദേഹം മാമോദീസ മുങ്ങി ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ അദ്ദേഹം പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ലോകത്തുള്ള പല മതഗ്രന്ഥങ്ങളിലും രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന, തിരിച്ചറിയുന്ന വലിയൊരു സത്യമാണ്, ഇസ്രായേൽ ജനം മാത്രമല്ല ലോകം മുഴുവനും ഒരർത്ഥത്തിൽ രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്, സഹസ്രാബ്ദങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ രക്ഷകൻ പലസ്തീനായിൽ ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ജനിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാലം കാത്തിരുന്ന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, അല്ലേ? ഉദാഹരണത്തിന് വിവാഹം കഴിഞ്ഞ് ആദ്യ വർഷം കുഞ്ഞ് ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാവും. എന്നാൽ ആദ്യ വർഷം കുഞ്ഞ് ജനിച്ചില്ല, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, പിന്നെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രാർത്ഥിച്ച് അവസാനം 5, 10, 15 വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ അപ്പോഴുണ്ടാകുന്നൊരു സന്തോഷം, ആനന്ദം, ആഹ്ലാദം, അത് വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റുന്നതിനേക്കാളും വളരെ കൂടുതലാണ്. ആദ്യ വർഷം കുഞ്ഞ് ജനിച്ചാലും സന്തോഷമുണ്ട്, സന്തോഷമില്ലായി ഒന്നുമില്ല. പക്ഷെ ഒരുപാട് നാൾ കാത്തിരുന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ആനന്ദം, ആഹ്ലാദം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആനന്ദമാണ്, അത്രയും വലിയ ആഹ്ലാദമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്ന പോലെ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ ലോകം കാത്തിരുന്ന, ഇസ്രായേൽ ജനം കാത്തിരുന്ന മറ്റൊരു ജനനം നടന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷം നൽകുന്ന ആഘോഷമാണ്, ബർത്ത്ഡേ സെലിബ്രേഷനാണ്, ജന്മദിന ആഘോഷമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അങ്ങനെ പ്രവാചകന്മാരിലൂടെ, പ്രവചനങ്ങളിലൂടെ അറിയിപ്പുകൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ ഈ രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് ദൈവം ലോകത്തെയും ഇസ്രായേൽ ജനത്തെയും ഒക്കെ അറിയിക്കുന്നുണ്ട്. ഇനി അവസാനം ഈ ജനനം, യേശുവിൻ്റെ ജനനം ഇതാ തൊട്ടടുത്തെത്തി, ദൈവപുത്രൻ ഇതാ ജനിക്കാൻ പോകുന്നു. ആ സമയത്ത് കുറച്ച് ആളുകൾക്ക് ദൈവം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ വിവരം അറിയിക്കുന്നുണ്ട്. ആ വ്യക്തികൾ ഈ വാർത്തയെ, ഈ സന്ദേശത്തെ, ഇതാ ദൈവപുത്രൻ ജനിക്കാൻ പോകുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ ജനിക്കുമെന്നുള്ള ഈ വാർത്തയെ അതറിയാൻ ഭാഗ്യം കിട്ടിയ കുറേ മനുഷ്യർ, ആ മനുഷ്യർ ഈ വാർത്തയെ അഥവാ ഈ രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഈ അറിയിപ്പിനെ അവരെങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? ഇനിയുള്ള കുറച്ച് സമയം നമ്മൾ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. രക്ഷകൻ ഇതാ ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന രക്ഷകനെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ, ആ യേശുവിൻ്റെ ജനനത്തോട് തൊട്ടടുത്ത ആ ദിവസങ്ങളിലോ ആ മാസങ്ങളിലോ തൊട്ടടുത്ത നിമിഷങ്ങളിൽ അറിഞ്ഞ കുറച്ച് വ്യക്തികൾ ദൈവം അറിയിപ്പ് കൊടുത്തു. പ്രത്യക്ഷമായോ പരോക്ഷമായുള്ള അറിയിപ്പ് ദൈവം നൽകി. അങ്ങനെ അറിയിപ്പ് കിട്ടിയ ആ മനുഷ്യർ, ആ ഭാഗ്യം കിട്ടിയ മനുഷ്യർ, അവരെങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്തത്? ആ പ്രവചനങ്ങളോട്, ആ അറിയിപ്പിനോട്, ആ സന്ദേശത്തോട് അവർ എങ്ങനെ പ്രത്യുത്തരിച്ചു എന്ന് ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കൊരു 11 കൂട്ടം ആളുകളെ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 11 ഗ്രൂപ്പ് അല്ലെങ്കിൽ 11 വ്യക്തികളായിട്ട് തിരിച്ച് നമ്മളതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് ഈ വിവരം അറിഞ്ഞത്, ഈ രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് അറിഞ്ഞത് ആരായിരുന്നു? ഏറ്റവും ആദ്യം ഈ വിവരം അറിഞ്ഞത്
പഴയ നിയമത്തിൽ തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് അല്ലെങ്കിൽ പ്രവചനങ്ങളിലൂടെ പ്രവാചകന്മാർ ഇത് അറിയിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിക്കണേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ രക്ഷകൻ്റെ വരവിനെ പറ്റി ആദ്യം അറിഞ്ഞത് ആരാ? ആട്ടിടയന്മാർ ആണോ? അത് ജനിച്ചതിന് ശേഷമല്ലേ? ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് അറിഞ്ഞ വ്യക്തികളുണ്ടല്ലോ. ഈശോയുടെ വരവ്, രക്ഷകൻ്റെ വരവ് ഏറ്റവും ആദ്യം അറിഞ്ഞത് ആരാ? ഏറ്റവും ആദ്യം അറിഞ്ഞത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഏറ്റവും ആദ്യം ഈ വാർത്ത അറിയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നു. നമ്മളതിൽ മുഴുവൻ വായിക്കുന്നില്ല, അതിന് പകരം 30-ാമത്തെ വാക്യം തൊട്ടൊന്ന് കേൾക്കാം. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. വലതുകരമുയർത്തി ഹാലേലൂയാം, സ്വരമുയർത്തി ഹാലേലൂയാം, ശക്തിയോടെ ഹാലേലൂയാം. പ്രിയപ്പെട്ടവരെ, മറിയത്തിനാണ് ഈ വാർത്ത ആദ്യമായിട്ട് അറിയാനുള്ള ഭാഗ്യം ലഭിച്ചത്. നമ്മൾ ഈ വാർത്തയെ സാധാരണ വിശേഷിപ്പിക്കുന്നത് എന്താണ്? അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഈ വാർത്തയെ, മറിയത്തിനെ ദൈവദൂതൻ അറിയിച്ച ഈ വാർത്തയെ പൊതുവായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു വാക്കില്ലേ? അതേതാണ് ആ വാക്ക്? മംഗളവാർത്ത. മംഗളവാർത്ത, മംഗളകരമായൊരു വാർത്ത. ഇപ്പം നമ്മൾ മംഗളവാർത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോവാണ്. ക്രിസ്മസിന് തൊട്ട് മുൻപുള്ള 4 ആഴ്ചകൾ മംഗളവാർത്ത കാലമാണ്. അതായത് ആരാധന ക്രമവത്സരത്തിലെ ആദ്യകാലം മംഗളവാർത്ത. ഈ 4 ആഴ്ചകൾ മംഗളവാർത്ത കാലഘട്ടമാണ്. സത്യത്തിൽ ഇത് മംഗളവാർത്തയായിരിക്കുന്നത് ആർക്കൊക്കെയാണ്? നമുക്കെല്ലാവർക്കും ഇത് മംഗളവാർത്തയാണ്. കാരണം രക്ഷകൻ്റെ വരവാണല്ലോ, ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകാണല്ലോ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇതൊരു മംഗളവാർത്തയാണ്. ലോകം മുഴുവനും ഇതൊരു മംഗളവാർത്തയാണ്. ദൈവത്തിന് ഇത് മംഗളവാർത്തയാണ്. പറഞ്ഞ ദൂതന് ഇതൊരു മംഗളവാർത്തയാണ്. സ്വർഗം മുഴുവനും ഇത് മംഗളവാർത്തയാണ്. എന്നാൽ മറിയത്തിന് ഇതൊരു മരണവാർത്തയാണ്. ബാക്കി എല്ലാവർക്കും ഇത് മംഗളവാർത്തയായിരിക്കാം, പക്ഷെ മറിയത്തിന് ഇതൊരു മരണവാർത്തയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രിയപ്പെട്ടവരെ, മറിയം വിവാഹിതയായിട്ടില്ല. വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ. വിവാഹത്തിന് മുൻപ് ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അത് നാണക്കേടാണ്, മാനക്കേടാണ്. ആ വ്യക്തിക്ക് പിന്നെ മുന്നോട്ട് ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കും. സമൂഹത്തിൽ അപമാനിതയായി അവഹേളിതയായൊരു ജീവിതമായിരിക്കും പിന്നീട് അങ്ങോട്ട് മിക്കവാറും നയിക്കേണ്ടതായിട്ട് വരിക. അന്ന് കാലഘട്ടത്തിൽ വിവാഹത്തിന് മുൻപ് യഹൂദ വംശത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭിണിയായാൽ സംഭവിക്കുന്നത് കേവലം നാണക്കേടും മാനക്കേടും മാത്രമല്ല. അതിനപ്പുറത്ത് എന്ത് സംഭവിക്കും? യഹൂദരുടെ നിയമം അനുസരിച്ച് ആ പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലും. ഇപ്പോൾ വിവാഹിതയല്ല, വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ, വിവാഹിതയല്ല. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് അവളുടെ മുൻപിൽ ഇതാ മരണത്തിൻ്റെ വാതിൽ തുറക്കും. അപ്പോൾ നമുക്ക് തോന്നും, അച്ഛൻ എന്നൊക്കെ ഈ പറയുന്നേ, ഇത് മറിയത്തോട് ഈ വാർത്ത വന്ന് പറഞ്ഞത് ഏതെങ്കിലും വഴി കൂടെ പോണ മനുഷ്യരൊന്നുമല്ലല്ലോ. വന്ന് പറഞ്ഞത് ആരാ വന്ന് പറഞ്ഞേ? ഗബ്രിയേൽ മാലാഖ. അങ്ങേരെ ആരാ? ദൈവത്തിൻ്റെ അംബാസഡറാണ്. മുഖ്യദൂതന്മാർ, പ്രധാന ദൂതന്മാരിൽ ഒരാളാണ് ഈ ഗബ്രിയേൽ ദൈവദൂതൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാക്ഷാൽ ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് ഇത്രയും നല്ലൊരു വാർത്ത പറയുമ്പോൾ അതെങ്ങനെയാണ് മരണവാർത്തയാവുന്നത്? അത് മംഗളവാർത്തയല്ലേ? അത് മരണവാർത്തയാണോ അല്ലയോ, അല്ലെങ്കിൽ മംഗളവാർത്തയാണോ എന്നറിയണമെങ്കിൽ നമ്മൾ ഈ ബൈബിളിലെ വിശുദ്ധാത്മാക്കളുടെ മുഴുവൻ ചരിത്രം ഒന്ന് പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, ഏത് പ്രവാചകനാണ് കട്ടിലിൽ കിടന്ന് സ്വസ്ഥമായി മരിച്ചിട്ടുള്ളത്? ഏത് പ്രവാചകനാണ് കട്ടിലേക്ക് കിടന്ന് സ്വസ്ഥമായി സമാധാനമായി മരിച്ചിട്ടുള്ളത്? തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ പ്രവാചകന്മാരാകട്ടെ അപ്പസ്തോലന്മാരാകട്ടെ ഇവരിൽ ആരാണ് ഒരു സമാധാനത്തോടെ സ്വസ്ഥമായി കട്ടിലേക്ക് കിടന്ന് മരിക്കാൻ സാധിച്ചിട്ടുള്ളത്? തിരഞ്ഞെടുക്കപ്പെട്ട വിളി ലഭിച്ച, ദൈവനിയോഗം ലഭിച്ച മിക്കവാറും എല്ലാവരുടെയും കാര്യത്തിൽ തുടർന്നങ്ങോട്ടുള്ള ജീവിതം സഹനത്തിൻ്റെ ജീവിതമായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ സഹനത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ വഴികളിലൂടെയാണ് സകല പ്രവാചകന്മാർക്കും സകല രക്തസാക്ഷികൾക്കും സകല പൂർവ്വപിതാക്കന്മാർക്കും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവനിയോഗം ലഭിച്ച വ്യക്തികൾക്കൊക്കെ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഈശോ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിരപരാധനായ ആബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയായുടെ പുത്രനായ സഖറിയായുടെ രക്തം വരെ
ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും. ഈശോ പറഞ്ഞു വന്നത് ഇതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരൊക്കെ തന്നെ, ദൈവനിയോഗം സ്വീകരിച്ച വ്യക്തികളൊക്കെ തന്നെ, അഥവാ ദൈവപുത്രനായ സാക്ഷാൽ വചനം തന്നെയായ മാംസരൂപമെടുത്ത വചനമായ ദൈവപുത്രനായ ക്രിസ്തുവിനെ വാക്കുകൊണ്ട് പ്രഘോഷിക്കാൻ, അല്ലെങ്കിൽ ആ ദൈവവചനത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ അവസ്ഥ ഇതാണെങ്കിൽ, ദൈവവചനത്തിന് ഉദരത്തിൽ മാംസരൂപം കൊടുക്കാൻ വിളി ലഭിച്ച വ്യക്തിക്ക് എന്തുമാത്രം തുടർന്നങ്ങോട്ട് സഹനത്തിൻ്റെ വേദനയുടെ വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഈ മറിയം, പരിശുദ്ധ അമ്മ ആമേൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ മുൻപിൽ സഹനത്തിൻ്റെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും ഒരു വാതായനമാണ് തുറക്കപ്പെടുക. ഒരു ഒറ്റ ഉദാഹരണം മാത്രം നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇതുപോലെ ഇസ്രായേൽ ജനത്തെ ഒരിക്കൽ വലിയൊരു അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച ഒരു ധീരനായ നേതാവിനെ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആരാണ്? മോശ എന്ന പ്രവാചകൻ. ഈ മോശയുടെ ജനനവും മോശയുടെ ബാല്യകാലവും ജീവിതവും കടന്നുപോയ കഷ്ടപ്പാടുകളും നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിക്കാൻ ശ്രമിച്ചേ. ബൈബിള് അത്യാവശ്യമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരൊക്കെ ആണല്ലോ. മോശയുടെ മാതാപിതാക്കൾ മോശ ജനിച്ച സമയത്ത് കുഞ്ഞിനെ ഈജിപ്തിൻ്റെ ഭരണാധികാരി ഫറവോ വധിക്കാതിരിക്കാൻ എന്തുമാത്രം കഷ്ടപ്പാടും ദുരിതവും വിഷമവും ഒക്കെ ആ മാതാപിതാക്കൾ അതിലൂടെയൊക്കെ അവർ കടന്നുപോയി. ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷി എത്രമാത്രം അവർ കഷ്ടപ്പെട്ടു. അവസാനം കുഞ്ഞിനെ കൊട്ടാരത്തിൽ തന്നെ എത്തി. കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെയൊക്കെ കുറച്ച് നാളൊക്കെ കഴിയാനായിട്ട് സാധിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ മരുഭൂമിയിലേക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് മരുഭൂമിയിലെ വാസം, ഇതെല്ലാം കഴിഞ്ഞ് വയസ്സും പ്രായമൊക്കെ ഒരുപാടായി കഴിഞ്ഞപ്പോൾ 19 വയസ്സായപ്പോഴാണ് ഇതാ ദൈവനിയോഗം വരുന്നത്. എന്ത് ദൈവനിയോഗം? ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനുള്ള നിയോഗം. പാവം വയസ്സുകാലത്തൊന്നും സ്വസ്ഥമായിട്ട് വിശ്രമിക്കേണ്ട സമയത്താണ് മോശയ്ക്ക് ഇങ്ങനെ ഒരു വിളി ലഭിക്കുന്നത്. പിന്നെ അങ്ങോട്ട് മോശയുടെ ജീവിതത്തിൽ ആ വാർദ്ധക്യത്തിൻ്റെ കാലഘട്ടം മുഴുവൻ ക്ലേശങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ, ഒരുപാട് നൊമ്പരങ്ങളിലൂടെ മോശയ്ക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ രക്ഷകൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി വരുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജന്മം കൊടുക്കാൻ പോകുന്ന വ്യക്തി, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇനി കാത്തു നിൽക്കുന്നത് സഹനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും വഴികളാണ്, നാളുകളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാ മറിയം എന്ന പെൺകുട്ടി, അന്ന് മറിയത്തിന് എത്ര വയസ്സ് പ്രായം കാണും അറിയാവോ? മംഗളവാർത്ത സ്വീകരിച്ച സമയത്ത് മറിയത്തിന് എത്ര വയസ്സ് പ്രായം കാണും? അന്നത്തെ രീതി അനുസരിച്ച് സാധാരണഗതിയിൽ ഒരു യഹൂദ പെൺകുട്ടിയുടെ വിവാഹം കഴിയുക 13 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും പണ്ട് കാലത്ത് ശൈശവ വിവാഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ യഹൂദരുടെ നാട്ടിൽ അന്ന് 13 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കാണ് സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിയുക. അപ്പോൾ മറിയത്തിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് അനുമാനിക്കാം 13നും 16നും ഇടയ്ക്കാണ് പ്രായമെന്നും. ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുൻപിൽ ഒരു വാർത്ത വന്ന് ഈ ദൈവദൂതൻ അറിയിക്കുകയാണ്. ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാ സംഭവിക്കുക? ദൂതൻ ഉത്തരം കൊടുത്തു. ആ ഉത്തരം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉത്തരവല്ല. കാരണം ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ദൂതൻ പറയണേ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭിണിയാകും. ചരിത്രത്തിൽ ഒരിക്കലും അന്ന് വരെയും നടന്നിട്ടില്ല, അതിനുശേഷവും നടന്നിട്ടില്ല, ഇനി ഒട്ട് നടക്കാനും പോകുന്നില്ല. അത് മറിയത്തിൽ മാത്രം സംഭവിച്ച കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിൻ്റെ മുൻപിലാണ് മറിയം ആമേൻ പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക്, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം പറഞ്ഞപ്പോഴാണ് അത് മംഗളവാർത്തയായിട്ട് മാറിയത്. മരണം ഒരു മരണവാർത്ത ഏറ്റെടുത്തപ്പോൾ അത് ലോകത്തിന് മംഗളവാർത്തയായിട്ട് മാറി. ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം, ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവദൂതൻ വഴി മറിയത്തിന് കൊടുത്ത ഈ അറിയിപ്പിനെ 100% സമർപ്പണത്തോടെ മറിയം സ്വീകരിച്ചു. അവർക്ക് പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി രണ്ടാമതായി ഈ ജനന വാർത്ത അല്ലെങ്കിൽ ഈശോ രക്ഷകൻ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു, ഈ വാർത്ത അറിഞ്ഞ രണ്ടാമത്തെ വ്യക്തി ആരായിരിക്കും? മറിയം കഴിഞ്ഞ പിന്നെ ആരായിരിക്കും? അത് ഔസേപിതാവ്. രണ്ടാമതായി ഈ വാർത്ത അറിഞ്ഞ വ്യക്തി വിശുദ്ധ ഔസേപിതാവാണ്. നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ
പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. വലതുകരമുയർത്തി ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ അടുത്ത് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടാണ് കാര്യം പറഞ്ഞതെങ്കിൽ ജോസഫിൻ്റെ അടുത്ത് ദൈവദൂതൻ എങ്ങനെയാണ് കാര്യം പറഞ്ഞത്? നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? ഒരു സ്വപ്നത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ജോസഫ് എന്ന മനുഷ്യൻ്റെ പ്രത്യേകത നിരന്തരം ദൈവത്തെപ്പറ്റിയും ദൈവഹിതത്തെപ്പറ്റിയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ വരുന്നത് ആരാണ്? മാലാഖമാരും വിശുദ്ധരും സ്വർഗവും ഒക്കെയാണ്. നമ്മുടെ സ്വപ്നങ്ങളിൽ ആരാ വരാറ്? നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ ആരാ വരാറ്? നമ്മുടെ സ്വപ്നങ്ങളിൽ ആരാ വരാറ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആരുമായിട്ടോ കൂട്ടുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജോസഫിൻ്റെ സ്വപ്നത്തിൽ മാലാഖ വന്നെങ്കിൽ അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നിരന്തരം ദൈവത്തെയും സ്വർഗത്തെയും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്ന ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ദൈവിക സ്വപ്നങ്ങളായി സ്വർഗീയ സ്വപ്നങ്ങളായി മാറുന്നു. സ്വപ്നത്തിൽ ദൈവദൂതൻ വെളിപ്പെടുത്തി കൊടുത്തു. ജോസഫ് ആ ദൈവദൂതനിലൂടെ വെളിപ്പെട്ട ദൈവഹിതത്തിൻ്റെ മുൻപിൽ 100% സമർപ്പണത്തോടെ ആമേൻ പറയാണ്. നമ്മൾ ജോസഫിനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം ജോസഫ് ഏറ്റെടുക്കുന്ന ആ വലിയൊരു ത്യാഗം. ദൈവപുത്രൻ്റെ വളർത്തുപിതാവാവുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്. ലോകത്ത് അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരാളേ ഉള്ളൂ, അത് ഔസേപിതാവാണ്. വളർത്തുപിതാവാകാനുള്ള ഭാഗ്യം അത് മഹാഭാഗ്യമാണ്. പക്ഷേ ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇതാ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, അവൾ പ്രഗ്നൻ്റാണ്, അവൾ ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഭാര്യയായിട്ട് സ്വീകരിക്കുമോ? താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവൾ ഗർഭിണിയാണ്, ആ പെൺകുട്ടിയെ ഭാര്യയായിട്ട് സ്വീകരിക്കാനാണ് സ്വപ്നത്തിലൂടെ, നേരിട്ടല്ല സ്വപ്നത്തിലൂടെ ദൈവദൂതൻ അറിയിപ്പ് കൊടുക്കുന്നത്. പക്ഷേ ആ ദൈവഹിതം, ആ സ്വപ്നത്തിൽ വെളിപ്പെട്ട ദൈവഹിതം മനസ്സിലാക്കാൻ ജോസഫിന് സാധിച്ചു. ജോസഫ് ദൈവഹിതത്തിൻ്റെ മുൻപിൽ ആമേൻ പറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ മറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വാക്കുകൾ, വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് തീരുമാനമെടുത്ത് പൂർണ്ണമായി സമർപ്പിച്ച് രക്ഷകൻ്റെ വരവിന് 100% ആ സന്ദേശത്തോട് സമർപ്പണം ചെയ്ത പ്രത്യുത്തരിച്ച വ്യക്തിയാണ് ജോസഫ്. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. മൂന്നാമതായി രക്ഷകൻ്റെ വരവിനെ കുറിച്ച് അറിഞ്ഞത് ആരായിരിക്കും? വേഗം പറ. മൂന്നാമതായി ഈശോയുടെ വരവിനെക്കുറിച്ച് മറിയ ഔസേപിതാവും അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് ഇത് അറിഞ്ഞ വ്യക്തി ആരാകാനാണ് സാധ്യത? ഉറക്കെ പറ. ആരാണ്? എലിസബത്ത്. വെരി ഗുഡ്. എലിസബത്ത് എന്ന് പറഞ്ഞത് ആരാ? എലിസബത്ത് സാക്ഷാൽ സ്നാപക യോഹന്നാൻ്റെ അമ്മയാണ്. അതുപോലെ സഖറിയ എന്ന പുരോഹിതൻ്റെ ഭാര്യയാണ്. എലിസബത്ത് എന്ന വ്യക്തിയാണ് മൂന്നാമതായി ഈ വാർത്ത അറിയാൻ ഭാഗ്യം കിട്ടിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലായിട്ട് നമ്മളത് കാണുന്നുണ്ട്. അതിലിങ്ങനെയാണ്: എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിക്കുകയാണ്: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ. ആര്? എൻ്റെ കർത്താവിൻ്റെ അമ്മ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? തൻ്റെ ബന്ധുവായ ഈ കൊച്ചു പെൺകുട്ടിയിൽ, തൻ്റെ ബന്ധുവായ മറിയം എന്ന ഈ പെൺകുട്ടിയിൽ, അവളുടെ ഉദരത്തിൽ സാക്ഷാൽ ദൈവപുത്രൻ, രക്ഷകൻ, എൻ്റെ കർത്താവ്, എൻ്റെ നാഥൻ അവളുടെ ഉദരത്തിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് തിരിച്ചറിയാണ്. എന്നിട്ട് പറയാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ നാഥൻ, എൻ്റെ രക്ഷകൻ ഇതാ ഈ പെൺകുട്ടിയുടെ ഉദരത്തിലുണ്ട്. ആ വലിയ സത്യം എലിസബത്ത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് തിരിച്ചറിയുകയാണ്. അവൾ ഉദ്ഘോഷിക്കുകയാണ്. സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് ഈ മംഗളവാർത്തയെ, ഈ സന്തോഷകരമായ വാർത്തയെ ഏറ്റവും നിറഞ്ഞ സംതൃപ്തിയോടെ സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ആ ദൈവിക വെളിപ്പെടുത്തലിന് മുൻപിൽ സമർപ്പിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ഇനി നാലാമതായി ഇതറിഞ്ഞിട്ടുള്ള വ്യക്തി ആരായിരിക്കും? എന്തേലും പറ. നാലാമതായി ഈ വാർത്ത അറിഞ്ഞ വ്യക്തി, മറിയം ഈ വാർത്ത അറിഞ്ഞു, അതിനുശേഷം ഔസേപിതാവ് ഈ വാർത്ത അറിഞ്ഞു, അത് കഴിഞ്ഞ് എലിസബത്ത് ഈ വാർത്ത അറിഞ്ഞു. ഈ രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് അറിയാൻ സാധ്യതയുള്ള നാലാമത്തെ വ്യക്തി ആരായിരിക്കും? കേൾക്കുന്നില്ല, ഉറക്കെ പറ. ആരാണ്? ആട്ടിടയന്മാരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം കൂടുതലെന്ന് തോന്നുന്നു. ആദ്യം തൊട്ടേ ആട്ടിടയന്മാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനു മുമ്പ് അറിഞ്ഞത് എലിസബത്ത് അറിഞ്ഞെങ്കിൽ ഉറപ്പായും ആരും അറിഞ്ഞിട്ടുണ്ട്? സഖറിയ അറിഞ്ഞിട്ടുണ്ട്. എലിസബത്ത് ഉദ്ഘോഷിക്കുമ്പോൾ സഖറിയ എവിടെയായിരുന്നു? അടുക്കളയിൽ പാകം ചെയ്യാൻ പോയേക്കായിരുന്നോ? അല്ല, അവിടെ സഖറിയായുണ്ട്. എലിസബത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ
സഖറിയായും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എലിസബത്തിൻ്റെ വാക്കുകളിലൂടെ മാത്രമല്ല സഖറിയ ഈ വിവരം അറിഞ്ഞത്. പരിശുദ്ധാത്മാവ് സഖറിയാക്കി ഇത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് നമുക്കിത് കാണാൻ സാധിക്കുക? നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67-ാം വാക്യവും അല്ലെങ്കിൽ 67 മുതൽ 79 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, അതിൽ ആദ്യത്തേതും അവസാനത്തേതുമായ കാര്യങ്ങൾ മാത്രം വായിക്കാം. അവൻ്റെ പിതാവായ സഖറിയ, ആരുടെ പിതാവ്? സ്നാപക യോഹന്നാൻ്റെ പിതാവായ സഖറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഖറിയ നടത്തുന്ന പ്രവചനമാണ് തുടർന്ന് അങ്ങോട്ട് കാണുക. ശിശുവിനെ കൈകളിലെടുത്ത് ശിശുവിനെ നോക്കി സഖറിയ നടത്തുന്ന പ്രവചനം. ആ പ്രവചനത്തിൽ 76-ാമത്തെ വാക്യം മുതൽ നമുക്കിങ്ങനെ കാണാം. അത് ആ കുഞ്ഞിനെ നോക്കിയിട്ട് സഖറിയ പറയാണ്, നീയോ കുഞ്ഞേ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയിൽ സ്നേഹമുള്ളവരെ, അപ്പോൾ സഖറിയായും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്. എലിസബത്തിൻ്റെ വാക്കുകളിലൂടെ മാത്രമല്ല, പരിശുദ്ധാത്മാവ് കുഞ്ഞു യോഹന്നാൻ ജനിച്ച ആ സമയത്ത് യോഹന്നാൻ്റെ ജനനത്തിൽ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് നാട്ടുകാർ ആലോചിക്കുമ്പോൾ സഖറിയ ആ സമയത്ത് മൂകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരശേഷി ദൈവിക വെളിപാട് ലഭിച്ച സമയത്ത് ദൈവിക വെളിപാടിനെ കുറച്ച് നേരത്തേക്ക് വിശ്വസിക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹം മൂകനാക്കപ്പെട്ടു. അങ്ങനെ മൂകനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചോദിക്കാൻ വീട്ടുകാർക്ക് സാധ്യമല്ലാത്തതിനാൽ ഭാര്യയായ എലിസബത്തിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്ത് പേരാ കൊച്ചിനിടേണ്ടത്? അപ്പോൾ ഭാര്യ എലിസബത്ത് പറഞ്ഞു, എലിസബത്തിന് അറിയാം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, ദൈവദൂതനിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ എന്നുള്ള പേരാണ് ഇടേണ്ടതെന്ന്. അപ്പോൾ യോഹന്നാൻ എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ വീട്ടിലോ ബന്ധുക്കളിലോ ആർക്കും അങ്ങനെ ഒരു പേരില്ല. അവരുടെ രീതി അനുസരിച്ച് ആ വീട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് റിലേഷനിലുള്ള ഒരാളുടെ പേരാണ് ഇടേണ്ടത്. എന്നാൽ അങ്ങനെ ഒരു പേരില്ല. അപ്പോൾ അത്ഭുതത്തോടെ അവർ എലിസബത്തിന് എന്ത് പൊട്ടത്തരാണാവും ഈ എലിസബത്ത് പറയണതെന്ന് കരുതി എലിസബത്തിൻ്റെ വാക്കിന് വില കൊടുക്കാതെ സഖറിയായുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് എന്ത് പേരിടേണ്ടത്. അപ്പം മിണ്ടാൻ വയ്യ. അതുകൊണ്ട് ഒരു പലക വരുത്തി അതിൽ അദ്ദേഹം എഴുതിയത് എന്താണ്? അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അത് എഴുതിയ നിമിഷം തന്നെ എന്ത് സംഭവിച്ചു? വാ തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വാ തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഖറിയാണ് പ്രവചിക്കുന്നത്. നീ വഴിയൊരുക്കാൻ വന്നവനാ. ആർക്ക്? ലോകരക്ഷകന്. അല്ലയോ കുഞ്ഞേ, നീ വഴിയൊരുക്കാൻ വന്നവനാ. നീ ലോകരക്ഷകന് വഴിയൊരുക്കാൻ വന്നവനാ. വഴിയൊരുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? മക്കാടൻ ടാറിങ് ഉള്ള NH-47 തയ്യാറാക്കാനുള്ള കോൺട്രാക്റ്റ് പണി നാളെ ആർക്ക് കിട്ടും? യോഹന്നാന് കിട്ടും. അതാണോ വഴിയൊരുക്കൽ? ചിലരും തലയാട്ടുണ്ട്. അതാണോ വഴിയൊരുക്കൽ? അല്ല. പിന്നെ എന്താ വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ സ്വീകരിക്കാൻ ഹൃദയങ്ങളെ ഒരുക്കുക. ദൈവപുത്രനെ സ്വീകരിക്കാൻ ഹൃദയങ്ങളെ ഒരുക്കുക. അതിന് നിയോഗം ലഭിച്ചവനാണ്, അതിന് വിളി ലഭിച്ചവനാണ് യഥാർത്ഥത്തിൽ തൻ്റെ കയ്യിലിരിക്കുന്ന തൻ്റെ കുഞ്ഞ് എന്ന സത്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ വ്യക്തി സഖറിയ തിരിച്ചറിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഖറിയായിരിക്കും ആ ഭാഗ്യം കിട്ടി. സന്തോഷത്തോടെ ആനന്ദത്തോടെ ആ സന്ദേശത്തിന് മുൻപിൽ സഖറിയായും തന്നെ സമർപ്പിക്കുകയാണ്. ആമേൻ പറയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് അറിവ് ലഭിച്ച 4 വ്യക്തികളെ പറ്റി ഇതുവരെ പറഞ്ഞു. മറിയം, ജോസഫ്, എലിസബത്ത്, സഖറിയ. ഇവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് അതിനോട് സ്വീകരിച്ചു. എന്നാൽ ഇനി പറയാൻ പോകുന്നത് രക്ഷകൻ്റെ വരവിനെ പറ്റി അറിവ് ലഭിച്ചവരല്ല, പക്ഷേ രക്ഷകനെ ആദ്യമായി സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ഗ്രൂപ്പ് ആളുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. 5ാമത് അങ്ങനെ ഭാഗ്യം കിട്ടിയത്, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം രക്ഷകനെ കൈകളിലെടുക്കാനുള്ള അവസരം ദൈവം കൊടുത്തത് ആർക്കാ? എന്നാലോചിച്ചിട്ട് പറ. ഏറ്റവും ആദ്യം രക്ഷകനെ, ദൈവപുത്രനെ, ഉണ്ണിമിശിഹായെ കൈകളിലെടുക്കാനുള്ള ഭാഗ്യം, ഒരു അവസരം, അവർക്ക് ചെയ്യാൻ പറ്റിയില്ല, ഒരവസരം കൊടുത്തത് ആർക്കായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഉദാഹരണത്തിന് മറിയത്തിനായിരിക്കുമോ? മറിയത്തിനാ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ജനിച്ച കുഞ്ഞിനെ ആദ്യം കയ്യിലെടുക്കുന്നത് അമ്മയാണോ അപ്പനാണോ? ആരാ ആദ്യം കയ്യിലെടുക്കുന്നേ? അമ്മയോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ആ കുഞ്ഞിനെ കൈകളിലെടുക്കുന്നത് അമ്മയാകാം, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല.
സാധാരണഗതി ഇപ്പോൾ ഒരു കുഞ്ഞ് ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ആസ്പത്രിയിലായിരിക്കും മിക്കവാറും ഡെലിവറി നടക്കുന്നത്. അന്നേരം ആ കുഞ്ഞിനെ ആദ്യം കയ്യിലെടുക്കുന്ന അമ്മയാണോ? അല്ല, ആ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഒരു ഡോക്ടറാകാം, നേഴ്സാകാം, ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ നിൽക്കുന്ന വ്യക്തിയാകാം. ആ വ്യക്തിയാണ് ആദ്യമായിട്ട് ആ കുഞ്ഞിനെ കയ്യിലെടുക്കണേ. തുടച്ച് വൃത്തിയാക്കി പൊക്കിൾക്കൊടിയൊക്കെ മുറിച്ച് ഈ അമ്മയുടെ അടുത്തേക്ക് ചേർത്ത് അമ്മ അന്നേരം മിക്കവാറും ഓർമ്മ ഇല്ലാതെ അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന സമയമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അമ്മ കണ്ണുറക്കണത് പോലും, അല്ലേ? അപ്പോൾ ആദ്യം കയ്യിലെടുക്കണത് അമ്മയല്ല, ആദ്യം കുഞ്ഞിനെ കയ്യിലെടുക്കണത് അമ്മയല്ല. ഇനി അങ്ങനെ അല്ലാതെ സംഭവിക്കുക കേട്ടോ. പ്രസവ ശുശ്രൂഷയ്ക്ക് ആരും കൂടെ സഹായിക്കാനില്ലാത്തപ്പോൾ അമ്മ തനിച്ചേ ഉള്ളുവെങ്കിൽ ഇതൊക്കെ അമ്മ തന്നെയായിരിക്കാം. പക്ഷേ ഏതായാലും അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഈ രക്ഷകനെ, ദൈവപുത്രനെ, മനുഷ്യനായി അവതരിച്ച ഈശോയെ ആദ്യമായിട്ട് കയ്യിലെടുക്കാൻ കർത്താവ് ഒരു അവസരം കൊടുത്തത് ആർക്കായിരിക്കും? സത്രമുടമകൾക്കാ. അതായത് ഇവർ സത്രത്തിൽ ഇടം തേടി അലഞ്ഞു, പക്ഷെ അവർക്ക് സ്ഥലം കിട്ടിയില്ല. സ്ഥലം കിട്ടാതിരുന്നതിൻ്റെ കാരണം എന്താ? അവിടെ സ്ഥലം ഇല്ലായിരുന്നു. നമുക്ക് ആരും കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അവിടെ സ്ഥലം ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് സ്ഥലം ഇല്ലാതിരുന്നതിൻ്റെ കാരണം നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ, 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അക്കാലത്ത് 1-ാമത്തെ വാക്യം മുതൽ, അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ലോകമാസകലമുള്ള സകലരുടെയും ഒരു കണക്കെടുപ്പ് നടക്കുകയാണ്. കനേഷുമാരി ഒരു കണക്കെടുപ്പ് നടക്കുകയാണ്, ഒരു അവരുടെ എണ്ണം തിട്ടപ്പെടുത്താൻ. ഈ ലോകമാസകലമുള്ള എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? ഇന്ത്യയിലുള്ളവർ, പാകിസ്ഥാനിലുള്ളവർ, ചൈനയിലുള്ളവർ, ഭൂട്ടാനിലുള്ളവർ, നേപ്പാളിലുള്ളവർ, ബംഗ്ലാദേശിലുള്ളവർ, അമേരിക്കയിലുള്ളവർ, യൂറോപ്പിലുള്ളവർ, ഇവരുടെയൊക്കെയാണോ? അപ്പോൾ നമ്മുടെ പൂർവികർ അങ്ങോട്ട് പോയിട്ട് കാണോ? ഇന്ത്യക്കാരൊക്കെ അവർ പോയി കാണോ? അങ്ങനെയുള്ളവരെയാണ് ഈ ലോകമാസകലമുള്ള എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ല, പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? അന്ന് കാലത്ത് ഏറ്റവും വലിയൊരു സാമ്രാജ്യം റോമാ സാമ്രാജ്യമായിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജനങ്ങളുടെയും കണക്കെടുക്കാൻ. ഇപ്പോൾ യഹൂദർ അന്ന് ആരുടെ അടിമകളായിരുന്നു? റോമൻ സാമ്രാജ്യത്തിൻ്റെ, റോമാക്കാരുടെ അടിമകളായിരുന്നു. അതുകൊണ്ട് യഹൂദരും ഇതുപോലെ ഈ കണക്കെടുപ്പിൽ അവർ പേര് കൊടുക്കണം. അങ്ങനെ ജോസഫ് തൻ്റെ ഭാര്യ മറിയത്തെയും കൂട്ടി എവിടേക്ക് പോയി? ബേത്ലഹേമിലേക്ക്. നസറത്തിൽ നിന്ന് എന്തിനാ ബേത്ലഹേമിൽ പോകുന്നത്? അവിടെയാണ് ഈ ജോസഫിൻ്റെ നഗരം ബേത്ലഹേമാണ്. അവിടെ പോയി ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം, അപ്പോൾ വാടകയ്ക്ക് വേറെ എവിടെ പോയി താമസിച്ചാലും വോട്ട് ചെയ്യാൻ എവിടെയാണോ നമ്മുടെ പേരുള്ളത് ആ സ്ഥലത്ത് പോയി നമ്മൾ വോട്ട് രേഖപ്പെടുത്തണം. എന്നതുപോലെ തന്നെ ജോസഫിന് എവിടെ പോകേണ്ടി വന്നു? സ്വന്തം നഗരമായ ബേത്ലഹേമിലേക്ക്. ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയായ അവസ്ഥയിലാണ് മറിയം ആയിരിക്കുന്നത്. അവിടെ വെച്ച് പ്രസവ സമയമായി. സത്രത്തിലാണ് സ്ഥലം അന്വേഷിക്കുന്നത്, സ്ഥലം ഉണ്ടായിരുന്നില്ല. അതിനാരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്ര തിരക്കുള്ള എല്ലാ മനുഷ്യരും അവിടെ വന്നിട്ടുണ്ട്. ആ നഗരത്തിലുള്ള അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദർ, ആ നഗരത്തിൽ ആളുകളായിട്ടുള്ളവരൊക്കെ, അവിടെ ആദ്യം വന്നവരൊക്കെ കിട്ടിയ സ്ഥലമൊക്കെ അവർ അതിൽ സത്രത്തിലൊക്കെ അവർ കയറി താമസിച്ചു. പക്ഷെ ഇവർ വന്നത് കുറച്ച് വൈകിപ്പോയി കാണും. കാരണം എന്തുകൊണ്ടായിരിക്കും മറിയോ ഔസേപിതാവും വരാൻ വൈകിയത്? പുറപ്പെടാൻ വൈകിയത് കൊണ്ടാണോ? വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അവരെത്താൻ വൈകി. എന്താ വൈകാൻ കാരണം? ഈ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെയും കൊണ്ട് ഒരു കഴുതപ്പുറത്ത് ഇത്രയും ദൂരം ഒരുപാട് വേഗത്തിൽ സഞ്ചരിക്കുക സാധ്യമാണോ? സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവിടെ എത്തിയപ്പോൾ ഒത്തിരി വൈകി കാണും. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥലം കിട്ടിയില്ല. സത്യത്തിൽ ഒത്തിരി തിരക്കുള്ളത് കൊണ്ടാണ് സ്ഥലം കിട്ടാതിരുന്നത് എന്ന് ഒരു ഉത്തരമാണ്. പക്ഷേ ശരിക്കുള്ള ഉത്തരം അതല്ല. ശരിക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ എത്ര തിരക്കുള്ള സീസണാണെങ്കിലും, ഇപ്പോൾ ഒരു ടൂറിസ്റ്റ്, ഇപ്പോൾ ഒരു ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രം, ടൂറിസ്റ്റ് പ്ലേസ്, ഇപ്പോൾ കൊടൈക്കനാലോ ഊട്ടിയിലോ എത്ര തിരക്കുള്ള സ്ഥലമാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടെങ്കിൽ മുറി കിട്ടും. ആവശ്യത്തിലധികം. കുറച്ച് കാശ് കൊടുത്താൽ കിട്ടില്ല, നോർമൽ റേറ്റ് കൊടുത്താൽ കിട്ടില്ല. പക്ഷെ കുറച്ച് അധികം പണം ഉണ്ടെങ്കിൽ, ഞാൻ വേറെ രീതിയിൽ പറയാം, ഈ ഔസേപിതാവിനും മറിയത്തിനും പകരം അവിടെ സത്രത്തിൽ മുറി അന്വേഷിച്ച് വന്നത് ഒരു രാജകുമാരനായിരുന്നെങ്കിൽ, ഒരു രാജകുമാരി ആയിരുന്നെങ്കിൽ, ഒരു പ്രഭുകുമാരനോ പ്രഭുകുമാരിയോ ആയിരുന്നെങ്കിൽ മുറി കിട്ടില്ലായിരുന്നോ? കിട്ടുമായിരുന്നില്ലയോ? കിട്ടുമായിരുന്നു. പക്ഷേ ഈ പാവപ്പെട്ട ജോസഫിലും പാവപ്പെട്ട മറിയത്തിലും ദൈവാംശം കാണാൻ അല്ലെങ്കിൽ ദൈവിക കൃപ കണ്ടെത്താൻ ഈ സത്രമുടമകൾക്ക് സാധിച്ചില്ല. നമുക്കവരെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അവർക്കാണ് ദൈവം സത്യത്തിൽ ആദ്യത്തെ അവസരം കൊടുത്തത് ആ കുഞ്ഞിനെ കൈകളിലെടുത്ത് താലോലിക്കാൻ, രക്ഷകനെ കൈകളിലെടുത്ത് താലോലിക്കാനുള്ള
ഫസ്റ്റ് ചാൻസ് കൊടുത്തത്. അവർ ഒത്തിരി തിരക്കുള്ള സമയമായിരുന്നു, അവരും വ്യക്തിപരമായ തിരക്കിലായിരുന്നു, മുറിയില്ലാത്ത സമയമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് മുറി കൊടുക്കാൻ പറ്റാതിരുന്നത്. എങ്കിലും അവർ ആ അവസരം കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് ആ മഹാഭാഗ്യം, സാക്ഷാൽ ദൈവപുത്രനെ കൈകളിലെടുക്കാനുള്ള മഹാഭാഗ്യം അവർക്കും കൈവന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് ആ അവസരം വിനിയോഗിക്കാനായിട്ട് സാധിച്ചില്ല. അവർക്ക് പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ. വലതുകരം ഉയർത്തി ഹാലേലൂയാ, രണ്ട് കരങ്ങൾ ഉയർത്തി ഹാലേലൂയാ, കരങ്ങൾ വീശിക്കൊണ്ട് ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് ദൈവം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏത് രൂപത്തിലായിരിക്കും? വിശുദ്ധ കൂദാശയിൽ നമുക്ക് കർത്താവിനെ കാണാം. കൂദാശകളിലൂടെ നമുക്ക് വെളിപ്പെടുന്ന ദൈവം, വിശുദ്ധ കൂദാശയിൽ നമുക്ക് കർത്താവിനെ കാണാം. അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കർത്താവിനെ കാണാം. അല്ലെങ്കിൽ വിശുദ്ധ വചനത്തിൽ നമുക്ക് കർത്താവിനെ കാണാം. അല്ല, ഓർക്കുക പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് കൂദാശകളിലൂടെയും വചനത്തിലൂടെയും എന്ന പോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഓരോ ദിവസവും പാവപ്പെട്ട മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പാവങ്ങളുടെ രൂപത്തിൽ, പാവപ്പെട്ടവരുടെ രൂപത്തിൽ, ദരിദ്രരുടെ രൂപത്തിൽ, ആരോരുമില്ലാത്തവരുടെ രൂപത്തിൽ, നിസ്സഹായരുടെ രൂപത്തിൽ കർത്താവ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒത്തിരി തിരക്കുകളുള്ളത് കൊണ്ടാകാം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു. സത്രപടങ്ങൾക്ക് അത് തന്നെയാണ് പറ്റിയത്. ഒരുപാട് ജോലികളുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റ് അനേകം തിരക്കുകളോ ജോലികളോ ഒക്കെ ഉള്ളത് കൊണ്ടാകാം, നമ്മുടെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ടാകാം, ചിലപ്പോൾ നമുക്ക് അവരിൽ ദൈവത്തെ കാണാൻ, ഈശോയെ കാണാൻ ചിലപ്പോൾ സാധിക്കാതെ വരുന്നു. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ, 25-ാം അധ്യായം 40-ാം വാക്യം, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. എനിക്ക് തന്നെയാണ്, സത്യമായും എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കർത്താവ് അന്ത്യവിധിയുടെ സമയത്ത് രണ്ട് ഗണമായി തിരിച്ച് ഒരു ഗണത്തോട് പറയുന്ന വാക്കുകളാണ്. എൻ്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ സത്യമായും നിങ്ങളിത് ചെയ്തു തന്നത് എനിക്ക് തന്നെയാണ്. വിശുദ്ധ മാർട്ടിൻ, ഇങ്ങനൊരു വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ മാർട്ടിൻ, അദ്ദേഹത്തെ പറ്റി ഒത്തിരി ദീനാനുകമ്പയുള്ളൊരു ഒരു പാവ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ പറയുന്നൊരു സംഭവം ഇങ്ങനെയാണ്. ഒരു തണുത്ത പ്രഭാതത്തിൽ, ഒത്തിരി തണുപ്പുള്ള മഞ്ഞ് പെയ്യുന്ന ഒരു പ്രഭാതത്തിൽ അദ്ദേഹം വഴിയിലൂടെ എന്തോ കാര്യത്തിന് തിരക്കിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അരികിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ അർദ്ധനഗ്നനായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു. ആവശ്യത്തിന് വസ്ത്രമില്ല, വളരെ നാമമാത്ര വസ്ത്രമേ അദ്ദേഹത്തിനുള്ളൂ. ആ തണുപ്പത്ത് വിറച്ച് ആ പാവപ്പെട്ട മനുഷ്യൻ ഒരു പൂർണ്ണമായിട്ടൊന്ന് പുതച്ച് കിടക്കാനുള്ള ഒരു പുതപ്പ് പോലും, ഒരു തുണി പോലും ഇല്ലാതെ വിഷമിച്ച് അങ്ങനെ തണുത്ത് മരവിച്ച് കിടക്കുന്നൊരു പാവ മനുഷ്യൻ. ഏതാനും കുറേ സമയം അങ്ങനെ കിടന്നാൾ മരിച്ചു, ഉറപ്പാണ്, അത്ര തണുപ്പാണ്. അപ്പോൾ മാർട്ടിനാണെങ്കിൽ വല്ലാത്തൊരു ദീനാനുകമ്പയും അലിവുമൊക്കെ തോന്നി. പക്ഷേ മാർട്ടിനും ഇതുപോലെ മേൽവസ്ത്രമായിട്ട് ആകെയുള്ളത് ഒരു പുതപ്പാണ്, ഒരു പുതപ്പ് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യും? അത് കൊടുത്തു കഴിഞ്ഞാൽ മാർട്ടിൻ തണുത്ത് വിറച്ച് മരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് മാർട്ടിൻ ചെയ്ത കാര്യം ഇതാണ്, വേറെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ആ പുതപ്പ് പകുതിയായിട്ട് വലിച്ചു കീറി, എന്നിട്ട് അദ്ദേഹത്തെ പുതപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആരും അങ്ങനെ ചെയ്തിട്ടില്ല നാളിതുവരെ. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി നന്ദിയോടെ, സ്നേഹത്തോടെ, അത്ഭുതത്തോടെ ഈ മാർട്ടിന് നന്ദി പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോയി. മാർട്ടിന് ഒത്തിരി സന്തോഷത്തോടെ അവിടുന്ന് പോവുകയും ചെയ്തു. അന്ന് രാത്രി ഉറക്കത്തിൽ മാർട്ടിനൊരു സ്വപ്നം കാണാണ്. സ്വപ്നം സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. സ്വർഗത്തിൽ ഇങ്ങനെ മാലാഖമാരൊക്കെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നിൽക്കുമ്പോൾ ഈശോ കടന്നു വരുന്നു. ഈശോയുടെ കൈവശം ഒരു പകുതി പുതപ്പുണ്ട്. അന്നേരം മാലാഖമാർ ചോദിക്കുകയാണ്, ഈശോയെ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ പകുതി പുതപ്പ്? അന്നേരം കളിപ്പാട്ടം കിട്ടിയ കുഞ്ഞിൻ്റെ സന്തോഷത്തോടെ, ഒരു കളിപ്പാട്ടം ലഭിച്ച കുഞ്ഞിൻ്റെ സന്തോഷത്തോടെ ഈശോ പറയാണ്, ഇത് ഇന്ന് എനിക്ക് എൻ്റെ മാർട്ടിൻ തന്നതാ. എൻ്റെ എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ സത്യമായും എനിക്ക് തന്നെയാണ് നിങ്ങളിത് ചെയ്തു തന്നത്. നമുക്ക് ചുറ്റിലുമുള്ള പാവപ്പെട്ട, ദാരിദ്ര്യം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, വേദനയും നൊമ്പരവും ദുഃഖമൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരിൽ കർത്താവിനെ കാണാൻ, ഈശോയെ കാണാനും സഹായിക്കാനും ശുശ്രൂഷിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ സത്യമായും ഈശോ തന്നെയാണ് അത് സ്വീകരിക്കുന്നത്. സത്രമുടമകൾക്ക് സംഭവിച്ച അബദ്ധം അതൊരു പാപമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എങ്കിലും ആ അബദ്ധം ചിലപ്പോൾ നമുക്ക് സംഭവിക്കാറുണ്ട്. ദരിദ്രരിലും പാവപ്പെട്ടവരിലും ദൈവത്തെ കാണാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കാതെ പോകുന്നു. തിരക്കുകൊണ്ടൊക്കെ ആകാം ചിലപ്പോൾ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ഇനി അടുത്തതായി 5 കൂട്ടരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 6ാമതായി ദൈവപുത്രനെ വരവേൽക്കാൻ ഭാഗ്യം കിട്ടിയ ഗ്രൂപ്പ് ആരായിരിക്കും? 6ാമത്
5 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. മറിയം, ജോസഫ്, എലിസബത്ത്, സക്കറിയ, സത്രമുടമകൾ. 6ാമത്തേത് ആരായിരിക്കും? ആട്ടിടയന്മാർ. വീണ്ടും ഉത്തരം ആട്ടിടയന്മാർ. വളരെ സ്നേഹമുള്ളവരാണ് നിങ്ങൾ ആട്ടിടയന്മാരോട്, നല്ല കാര്യം. പക്ഷെ അതിനു മുമ്പ് വേറൊരു ഗ്രൂപ്പുണ്ട്. അതാരാന്നറിയാവോ? രാജാക്കന്മാർ ഏറ്റവും അവസാനമാണ്. ഇതിനു മുമ്പ് മാലാഖന്മാർ. അവർക്ക് പണ്ടേ കിട്ടിയായിരുന്നു. ആർക്കാണ്? ഇനി പറയാൻ പോകുന്നത് മനുഷ്യരെ കുറിച്ചല്ല. നക്ഷത്രങ്ങളോ? ഇനി പറയാൻ പോകുന്നത് മനുഷ്യരെ കുറിച്ചല്ല. ആരായിരിക്കും? ഈശോ ജനിച്ചത് എവിടെയാ? അപ്പോൾ ആരായിരിക്കും? ആ കന്നുകാലികൾക്കും കിട്ടിയൊരു അവസരം. പ്രപഞ്ച സൃഷ്ടാവിനെ സ്വീകരിക്കാൻ ഇതാ കന്നുകാലികൾക്ക്, ആ കന്നുകാലി കൂട്ടത്തിലെ ആ കന്നുകാലികൾക്കും ഒരവസരം കിട്ടി. ഈശോ പുൽത്തൊട്ടിയിൽ ജനിച്ചു, അല്ലെങ്കിൽ പുൽത്തൊട്ടിയിൽ കിടത്തിയതായി കണ്ടു എന്നാണല്ലോ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കർത്താവ് അവർക്കും കൊടുത്തൊരവസരം. സാധാരണഗതിയിൽ നമ്മൾ ഈ മൃഗങ്ങളുടെ ഒരു സ്വഭാവം, നമ്മളെ ഉപദ്രവിക്കാനൊക്കെ ചിലപ്പോൾ മൃഗങ്ങൾ ശ്രമിച്ചേക്കാം സാധാരണഗതിയിൽ. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഗൗരവ സ്വഭാവമുള്ള മനുഷ്യരെ അല്ലെങ്കിൽ ദുഷ്ട സ്വഭാവമുള്ള മനുഷ്യരൊക്കെ ചിലപ്പോൾ എന്താ സൂചിപ്പിക്കാറ്? അത് തനി മൃഗ സ്വഭാവം, അല്ലെങ്കിൽ ഒരു മൃഗമാണ് എന്നൊക്കെ ചില മനുഷ്യരെ നമ്മൾ സൂചിപ്പിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിലരെ പറ്റി പറയും ഒരു മൂരി സ്വഭാവം. ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ നിങ്ങളുടെ നാട്ടിൽ? അങ്ങനത്തെ വാക്കൊന്നും ഇല്ലേ? സാരമില്ല, ക്ഷമിച്ചേക്കുക, മാച്ചളഞ്ഞേക്കുക. ഞങ്ങളുടെ നാട്ടിലുള്ള ചില വാക്കുകൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു മൂരി സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം, മനുഷ്യരെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ഒരു സ്വഭാവത്തെ ഉദ്ദേശിച്ച് പറയുന്ന വാക്കാണതൊക്കെ. പക്ഷേ ഇവിടെ ഇതാ കാളക്കിടാങ്ങളും പശുക്കിടാങ്ങളും അല്ലെങ്കിൽ മൂരിക്കുട്ടിയൊക്കെ പ്രപഞ്ച സൃഷ്ടാവ്, തങ്ങളുടെ സൃഷ്ടാവാണെന്ന് അവർക്ക് അതൊന്നും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയൊന്നുമില്ല. എങ്കിൽ പോലും അവരൊരു ഉപദ്രവം ഉണ്ടാക്കാതെ, ഒരു ശല്യം ഉണ്ടാക്കാതെ അവർ സ്ഥലം കൊടുത്തു. അപ്പോൾ അവർക്ക് അത് പോസിറ്റീവായിട്ട് അവർ സ്വീകരിച്ചു, അതിനോട് പ്രത്യുത്തരിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ വിവേചന ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ പോലും സാക്ഷാൽ ദൈവപുത്രനെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിനെ സ്വീകരിക്കാൻ, തങ്ങളുടെ സൃഷ്ടാവിനെ സ്വീകരിക്കാൻ അവർ സ്ഥലം കൊടുക്കുമ്പോൾ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് സൃഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ, ഇടം കൊടുക്കാൻ പറ്റാതെ അവസരം നഷ്ടപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നു. നമുക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? കർത്താവ് അവസരം തന്നിട്ടും നമ്മൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരാണോ എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യുക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ യജമാന സ്നേഹം, യജമാന ഭക്തി പുലർത്തുന്ന ഈ മൃഗങ്ങളുടെ കുറേ കഥകളും സംഭവങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഹാച്ചിക്കോ എന്ന പേരിൽ ഒരു നായയുണ്ട്, ഒരു നായയുടെ കഥ. നിങ്ങൾ ചിലപ്പോൾ അത് ആ പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നോവലുകളുണ്ട്, കഥകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടുള്ളൊരു സംഭവം. ആ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമകളാണ്, ആ സംഭവത്തെ ആസ്പദമാക്കിയുള്ള കഥകളാണ്. ഈ ഹാച്ചിക്കോ എന്നാണ് ആ നായയുടെ പേര്. ജപ്പാനിലാണെന്ന് തോന്നുന്നു, കൃത്യസ്ഥലം ഞാൻ ഓർക്കണില്ല, ജപ്പാനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ സംഭവം എങ്ങനെയാണ്? ഈ നായ, ഹാച്ചിക്കോ എന്ന് പേരുള്ള ഈ നായ എല്ലാ ദിവസവും തൻ്റെ യജമാനൻ്റെ ഒപ്പം വീട്ടിൽ നിന്ന് ഒരുമിച്ചിറങ്ങും. ജോലിക്ക് പോവാണ്, യജമാനൻ ജോലിക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷൻ വരെ വരും. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കും. യജമാനൻ ട്രെയിനിൽ കയറി പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് വീട്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് വൈകിട്ട് യജമാനൻ വരുന്ന ഏകദേശ സമയമൊക്കെ ഇതിനറിയാം. ഏകദേശം സമയമാകുമ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും. യജമാനൻ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒപ്പം കൂടും, വീട്ടിലേക്ക് വരും. എല്ലാ ദിവസവും ഇതാണ് പരിപാടി. ഒരു ദിവസം പതിവ് പോലെ യജമാനനോടൊപ്പം സ്റ്റേഷനിൽ വന്നു. യജമാനൻ ട്രെയിൻ കയറി ജോലി സ്ഥലത്തേക്ക് പോയി. ഇത് തിരിച്ച് വീട്ടിൽ പോയി. അതിനുശേഷം സമയമായപ്പോൾ യജമാനനെ സ്വീകരിക്കാൻ ഇത് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഈ ഹാച്ചിക്കോ എന്ന നായ. ട്രെയിൻ വന്നു, പക്ഷേ എല്ലാവരും ഇറങ്ങിയെങ്കിലും യജമാനൻ മാത്രം ഇറങ്ങിയില്ല, യജമാനെ കാണാനില്ല. അടുത്ത ട്രെയിന് വേണ്ടി ഈ നായ കാത്തു നിന്നു. പിന്നത്തെ ട്രെയിന് വേണ്ടി കാത്തു നിന്നു. എല്ലാ ട്രെയിൻ പോയിട്ടും തൻ്റെ യജമാനൻ മാത്രമില്ല. നായ പിന്നെ വീട്ടിൽ പോയില്ല, അവിടെ ഇരുന്നു. പിറ്റേ ദിവസമായി, യജമാനം വന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസമായി, യജമാനം വന്നില്ല. ഇതിങ്ങനെ കാത്തിരിപ്പ് തുടരാണ്. പ്രിയപ്പെട്ടവരെയും, ഈ നായ എല്ലാ ദിവസവും തൻ്റെ യജമാനനോടൊപ്പം എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ഈ നായയെയും ആ നായയുടെ യജമാനനെയും ഒക്കെ എന്നും കാണാറുള്ള കുറേ മനുഷ്യർ ആ റെയിൽവേ സ്റ്റേഷനിൽ ജോലിക്കാരായിട്ടുണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു എന്താ കാരണമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ജോലിക്ക് പോയ സമയത്ത് അറ്റാക്ക് വന്ന് എങ്ങനെയോ അദ്ദേഹം മരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരാത്തത്. പക്ഷെ തൻ്റെ യജമാനൻ തിരിച്ചു വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന നായ, അത് പട്ടിണിയിരുന്ന് ചാകാതിരിക്കാൻ ഇവരെന്തെങ്കിലും, റെയിൽവേ സ്റ്റേഷനിലുള്ളവരെന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ കൊടുക്കും, അത് കഴിക്കും. അത് അവിടെ തന്നെ തൻ്റെ യജമാനനെയും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. ആ കാത്തിരിപ്പ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. എന്ന് വെച്ചാൽ ആ നായ മരിക്കും വരെ, അത് ചത്തുപോകും വരെ അത് ആ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു കിടന്നു തൻ്റെ യജമാനനെ. പിന്നീട്
ഇത് അറിയാവുന്ന ഈ സംഭവങ്ങളൊക്കെ അറിയാവുന്ന ആ റെയിൽവേ സ്റ്റേഷനിലെ അധികൃതർ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാർ ഈ നായയുടെ ഒരു സ്റ്റാച്യു, ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെക്കുകയാണ്. ഹാച്ചിക്കോ എന്ന പേരും അതിന് താഴെ എഴുതി വെക്കുകയാണ്. എന്നിട്ട് അവരൊരു വാചകം അതിനോടൊപ്പം യജമാന ഭക്തിയുടെ അല്ലെങ്കിൽ യജമാന വിശ്വസ്തതയുടെ പ്രതീകമായിട്ട് ആ നായയെ അവർ ഒരു പ്രതീകമായിട്ട് ആ നായയെ അവരവിടെ അവതരിപ്പിക്കുകയാണ്. ആ പേരിൽ ഒത്തിരി സിനിമകളും ഒത്തിരി കഥകളും നോവലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ കഥ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് ശരിക്കും നടന്നിട്ടുള്ള സംഭവമാണ്. സമാനമായ സംഭവം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലും അങ്ങനത്തെ ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് എനിക്കൊരാൾ അയച്ചു തന്നായിരുന്നു. മാതൃഭൂമി മറ്റോ വന്ന ഒരു വാർത്ത. ഒരു നായ തൻ്റെ യജമാനൻ മരിച്ച സമയത്ത് ആംബുലൻസിൽ കയറിയതും പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്ന് ഇന്ന ദിവസങ്ങളോളം ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഈ ദിവസങ്ങളിലും വന്നിരുന്നു. കാള അതിൻ്റെ യജമാനനെ അറിയുന്നു, കഴുത അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു. എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ലല്ലോ എന്ന ദൈവത്തിൻ്റെ നിലവിളി, ദൈവത്തിൻ്റെ സങ്കടം, ദൈവത്തിൻ്റെ കരച്ചിൽ, അത് നമുക്ക് ജീവിതം കൊണ്ട് നമുക്കതിനൊരു ഉത്തരം കൊടുക്കാനും ആശ്വാസം കൊടുക്കാനും നമുക്കൊന്ന് ശ്രമിക്കാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് നമ്മൾ കാണുക ഈ ദൈവപുത്രനെ സ്വീകരിക്കാനുള്ള അതിനു മുമ്പ് ഈ കന്നുകാലികളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നല്ലതാണ്. ഈ നമ്മളുടെ ഭാവനയിൽ ഈശോ ജനിച്ച സ്ഥലം ഏതാണ്? ഈശോ ജനിച്ച സ്ഥലം എൻ്റെ മനസ്സിലെ ഭാവനയനുസരിച്ച് എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ വിചാരിച്ചിരുന്നത് ഈശോ ഒരു ഗുഹയിൽ ജനിച്ചു എന്നാണ്. ഒരു ഗുഹയിൽ. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം വേറൊന്നുമല്ല. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിൽ മൂന്നാമത്തെ ദിവ്യരഹസ്യം എന്ത് പറഞ്ഞ് ധ്യാനിക്കുന്നേ? കന്യകാമറിയം ഉണ്ണീശോനെ കാലികളുടെ സങ്കേതമായ ഒരു നിങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ലേ? എന്നാ പറ. ഒരു ഗുഹയിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ആ പുസ്തകത്തിൽ അതായിരുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ കേൾക്കണത് അതാ. പാതിരാവിൽ കാലികളുടെ സങ്കേതമായ ഒരു ഗുഹയിൽ പാതിരാത്രി പ്രസവിച്ച് പുൽത്തൊട്ടിയിൽ കിടത്തി എന്നതിനുമേൽ നമുക്ക് ധ്യാനിക്കാം. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഗുഹയാണ്. അതുകൊണ്ട് തന്നെ ക്രിബ് ഉണ്ടാക്കുമ്പോൾ, പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ഒരു ഗുഹ പോലെ ക്രിബ് ഉണ്ടാക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതാണ് ഗുഹ. അപ്പോൾ അതിൽ ആ രീതിയിൽ ഉണ്ടാക്കാനാണ് ഒത്തിരി താല്പര്യം, ഒത്തിരി ഇഷ്ടം. കാരണം ഗുഹ അതാണ് എൻ്റെ മനസ്സിൽ ഈശോ ജനിച്ച സ്ഥലമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നമ്മൾ കൂടുതലും നമ്മുടെ മനസ്സിൽ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുമ്പോൾ ഒരു തൊഴുത്ത്, ഒരു പശുത്തൊഴുത്ത്, പശുക്കളൊക്കെ കിടക്കുന്ന ഒരു തൊഴുത്ത്, ആ ഒരു തൊഴുത്തിൻ്റെ ചിന്തയും സങ്കല്പവും പലപ്പോഴായിട്ട് മനസ്സിൽ വരാറുണ്ട്. അത് ബൈബിൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള കൃപകളുടെയൊക്കെ രൂപത്തിൽ. പക്ഷെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പ്രയാസമാണെങ്കിലും ഈ അടുത്ത കാലത്ത് കേട്ട ഒരു ചിന്ത, ഒരു ബൈബിൾ വ്യാഖ്യാതാവിൽ നിന്ന് ലഭിച്ച ഒരു ചിന്ത, ഒരു ക്ലാസ്സിൽ കേട്ടതനുസരിച്ച് ഈ രണ്ട് സങ്കല്പങ്ങളും പോലെയല്ല ശരിക്കും ഈ പുൽത്തൊട്ടി, ഈശോ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത്. ഏതോ കാട്ടിൽ, ഏതോ ഗുഹയിൽ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഏതോ ഒരു പശുത്തൊഴുത്തിൽ അങ്ങനെ ഒരു അർത്ഥത്തിലും അല്ല. പിന്നെ എന്താണ് ഈ പുൽത്തൊട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദരുടെ പൊതുവെ ആ നാട്ടിലുള്ള ആളുകളുടെ സത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് ഒരു നാലുകെട്ടിൻ്റെ ഷേപ്പാണ്. നാലുകെട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നാലുകെട്ട് പണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വീടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് പൊതുവെ അധികം അങ്ങനത്തെ വീടുകളില്ല. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ നാലുകെട്ട്, നാല് വശവും ആളുകൾ താമസിക്കുന്ന വിധത്തിൽ വീട്, പ്രത്യേകിച്ചും ഹൈന്ദവ സഹോദരങ്ങളിൽ തന്നെ ഒത്തിരി അത്യാവശ്യം സമ്പത്തുള്ളവർക്കൊക്കെയാണ് അങ്ങനെ പൊതുവെ വീട് പണിയാറുള്ളത്. നടുക്ക് ഒരു സ്പേസ്, നടുക്കൊരു നടുമുറ്റം ഉണ്ടാവും. വീടിൻ്റെ നടുവിൽ തന്നെ ഒരു നടുമുറ്റം ഉണ്ടാവും, ചുറ്റിലും ആളുകൾ താമസിക്കും. അപ്പോൾ ഏകദേശം ഇങ്ങനെയായിരുന്നു അന്ന് കാലത്തെ യഹൂദരുടെ സത്രങ്ങളുടെ ഒരു ഘടന. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, ഒരു ഘടന. അപ്പോൾ വരുന്ന ആളുകൾ ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ആളുകളാണല്ലോ, അതുകൊണ്ടാണല്ലോ സത്രങ്ങളിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ താമസിച്ചാൽ പോരെ. അപ്പോൾ ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ആളുകൾ ഒന്നുകിൽ കഴുതപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ കുതിരപ്പുറത്തായിരിക്കാം. ഇച്ചിരി കാശുള്ളവരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കുതിരപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി കാശുള്ളവരൊക്കെയാണെങ്കിൽ ഒട്ടകപ്പുറത്തായിരിക്കാം. ഇങ്ങനെയാണ് അവർ മിക്കവാറും വരിക. അപ്പോൾ ഈ വരുന്ന ആളുകൾ താമസിക്കുന്നത് എവിടെയാണ്? ഈ മുറിക്കകത്തൊക്കെ താമസിക്കും. എന്നാൽ അവർ സഞ്ചരിച്ച ആ കഴുത അല്ലെങ്കിൽ കുതിര അല്ലെങ്കിൽ കോവർക്കഴുത അല്ലെങ്കിൽ ഒട്ടകം, ഇതിറ്റങ്ങളെ കെട്ടിയിടാനൊരു സ്ഥലം വേണം. അതേതാ സ്ഥലം? ഈ നാലുകെട്ടാണ്. ഈ നാലുകെട്ട്, അതിൻ്റെ ആ നടുക്കുള്ള സ്പേസ്, അതിനകത്തായിരിക്കും ഈ കഴുത അല്ലെങ്കിൽ ഈ അവർ വന്ന ഇവരുടെ വാഹനം എന്ന് പറഞ്ഞാൽ കഴുത അല്ലെങ്കിൽ കുതിര അല്ലെങ്കിൽ കോവർക്കഴുത, അങ്ങനെ എന്താ അതിനെ കെട്ടിയിടുക ആ സ്പേസിലായിരിക്കും. അപ്പോൾ ശരിക്കും ഔസേപിതാവിനും മാതാവിനും ഒരു സ്പേസ്, ഒരു സ്ഥലം ഇവിടെ സത്രത്തിൽ കിട്ടാതെ വന്നപ്പോൾ അവർക്ക് അവസാനം അഭയം പ്രാപിക്കേണ്ടി വന്നത് ഈ ഈ കഴുതയും അല്ലെങ്കിൽ കുതിരയും ഒട്ടകവും കോവർക്കഴുതയും ഒക്കെയുള്ള ഈ സ്ഥലത്താണ്.
ഇതാണ് പുൽത്തൊട്ടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചിന്തകൾ കേട്ടപ്പോഴും ധ്യാനിച്ചപ്പോഴും ഒക്കെ അറിയാതെ കണ്ണ് നനഞ്ഞു പോയ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതായത് ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വകാര്യത ആഗ്രഹിക്കുന്ന സമയമാണ് പ്രസവ സമയം. ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വകാര്യത ആഗ്രഹിക്കുന്ന സമയമാണ് പ്രസവ സമയം. എന്നാൽ പാവം കന്യകാമറിയത്തിന് ഒരു സ്വകാര്യതയും ഈ കാര്യത്തിൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. ചുറ്റിലും ആളുകൾ താമസിക്കുന്ന മുറികളാണ്. അതിന് നടുവിൽ കന്നുകാലിക്കൂട്ടങ്ങൾക്കിടയിൽ ആ സ്വകാര്യത ഉണ്ടായിരിക്കേണ്ട ആഗ്രഹിക്കുന്ന സമയത്ത് അത് ലഭിക്കാതെയാണ് ഈ കന്യകാമറിയത്തിന് തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ ജോസഫുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും അധികം സ്വകാര്യത ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ ആ സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ നിസ്സഹായനായി തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു പാവം ഭർത്താവ്. പുൽത്തൊട്ടി യഥാർത്ഥത്തിൽ അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നൊക്കെ പറയുമ്പോൾ പുൽത്തൊട്ടി യഥാർത്ഥത്തിൽ ഈ ദാരിദ്ര്യത്തിൻ്റെയും അല്ലെങ്കിൽ നിസ്സഹായതയുടെയും ഒക്കെ ഒരു പ്രതീകമാണ്. നിസ്സഹായതയുടെയും ഒരുപക്ഷെ ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ടും പകൽ മുഴുവൻ അധ്വാനിച്ചിട്ടും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും വേണ്ടി ആവശ്യത്തിന് കരുതി വയ്ക്കാൻ സാധിക്കാതെ ഭാരപ്പെടുന്ന കുനിഞ്ഞ ശിരസ്സുമായി നിൽക്കുന്ന ഓരോ അപ്പന്മാരുടെയും പ്രതീകമല്ലേ യഥാർത്ഥത്തിൽ ഈ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ? ആ ചിന്തകൾ ധ്യാനിക്കുമ്പോൾ അറിയാതെയൊക്കെ ചങ്കിലൊരു പിടുത്തം അനുഭവപ്പെടാണ്. പ്രിയപ്പെട്ടവർ, ചിലപ്പോഴൊക്കെ മക്കൾ മാതാപിതാക്കളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില മക്കളുണ്ടെങ്കിൽ ചിന്തിക്കുന്നവരുണ്ട്, അപ്പൻ ആവശ്യത്തിന് സമ്പാദിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? അപ്പനും അമ്മയും ആവശ്യത്തിന് സമ്പാദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതം എനിക്ക് നയിക്കാമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും എനിക്ക് ചോദിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട്. എന്തിനാ അപ്പൻ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അപ്പനായില്ലേ അത് തന്നെ ഒരു അനുഗ്രഹമാണ്. അമ്മയായില്ലേ അത് തന്നെ ഒരു അനുഗ്രഹമാണ്. പകൽ മുഴുവൻ അധ്വാനിച്ചാലും കഷ്ടപ്പെട്ടാലും ജോലി ചെയ്താലും ജീവിതം മുഴുവൻ അധ്വാനിച്ചാലും തൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി ആവശ്യത്തിന് കരുതി വയ്ക്കാൻ സാധിക്കാതെ ഉള്ളു നീറുന്ന ഉള്ളു പുകയുന്ന ഭാരപ്പെടുന്ന എത്രയോ അപ്പന്മാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ ഒക്കെ പ്രതീകമായി ഇതാ ആ പുൽത്തൊട്ടിക്കരികിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഒരു ജോസഫ് എന്ന ചെറുപ്പക്കാരനും മറിയം എന്ന പെൺകുട്ടിയും നിൽക്കുകയാണ്. ഒരുപാട് പേരുടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴും പരാതിയില്ല, അപ്പോഴും പരിഭവമില്ല. ദൈവം വെച്ച് വിളമ്പിയതിനെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ സ്വീകരിച്ച കുടുംബത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ തിരുക്കുടുംബം എന്ന് പറയുന്നത്. മറിയത്തിനൊരു പരാതിയില്ല ഇതിനെക്കുറിച്ച്. തൻ്റെ ഭർത്താവിനോട് പരാതിയില്ല, ദൈവത്തോട് പരാതിയില്ല, ഒന്നിനോടും പരാതിയില്ല. ജോസഫിനും പരാതിയില്ല, ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. ഈ പരാതിയില്ലാതെ സ്തുതിക്കുന്ന ജീവിതം, ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം സ്തുതിപ്പിൻ്റെ ജീവിതമായിരുന്നു. ജീവിതം മുഴുവനും സ്തോത്രഗീതം ആലപിച്ചവരാണ് മറിയവും ജോസഫും. ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷിച്ച്, ആയിരിക്കുന്ന അവസ്ഥ സ്വീകരിച്ച്, ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ ഒരു ജീവിതം, ഈ സ്തുതിയുടെ ജീവിതം, ഈ സ്തുതിക്ക് നേരെ വിപരീതമായിട്ട് നിലകൊള്ളുന്ന എന്താ? സ്തുതിയുടെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാവോ? സ്തുതിയുടെ വിപരീതം എന്താണെന്നറിയാവോ? സ്തുതിയുടെ വിപരീതമാണ് പരാതി. സ്തുതിയുടെ വിപരീതമാണ് പരാതി. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മഹനീയമായ സ്ഥാനമുണ്ടായിരുന്ന ഒരു കൂട്ടം മാലാഖമാർ അവർക്ക് അപ്പം ആയിരുന്ന സ്ഥാനമൊന്നും പോരാ എന്ന് വിചാരിച്ച് അത്യുന്നതനെ പോലെ ആകാൻ വേണ്ടി, അതായത് ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തരല്ലാതെ പരാതിയുള്ള മനസ്സുമായി അവർ പരാതിപ്പെടുകയും അഥവാ അവർ അത്യുന്നതനെ പോലെ ആകാൻ പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് അധപതിച്ച് ആ കൂട്ടം മാലാഖമാർ എന്തായിട്ട് മാറി? പിശാചുക്കളായിട്ട് മാറി. പിശാചുക്കളുടെ ഉത്ഭവത്തെ പറ്റിയുള്ള നമ്മുടെ സഭാപഠനവും വെളിപ്പെടുത്തലും വിശ്വാസം അതാണ്. 1/3 വിഭാഗം മാലാഖമാർ അധപതിച്ചു, അവർ പിശാചുക്കളായിട്ട് മാറിയെന്ന്. എന്നാൽ ഇവിടെ പരാതിയില്ലാതെ ഒരു കുടുംബം നിലകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഉണ്ടായിരുന്നതെല്ലാം വേണ്ട എന്ന് വെച്ച് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച, ഇല്ലായ്മയിലേക്ക് കടന്നു വന്ന ആ വ്യക്തിയാണ് കർത്താവ് ഈശോ മിശിഹ. അപ്പോൾ നമ്മുടെ ജീവിതം സ്തുതിയുടെ ജീവിതമാക്കി മാറ്റുക എന്ന് പറഞ്ഞതിന് മറ്റൊരർത്ഥമാണ് പരാതിയില്ലാത്ത ജീവിതം. ഒന്നിനെ പറ്റിയും പരാതിയില്ല. ആയിരിക്കുന്ന അവസ്ഥയെപ്പറ്റി, ജീവിത പങ്കാളിയെപ്പറ്റി, മാതാപിതാക്കളെപ്പറ്റി, സഹോദരങ്ങളെപ്പറ്റി, അധ്യാപകരെപ്പറ്റി, മേലധികാരികളെപ്പറ്റി, സഹപ്രവർത്തകരെപ്പറ്റി, മക്കളെപ്പറ്റി, ഒന്നിനെക്കുറിച്ചും ദാരിദ്ര്യത്തെപ്പറ്റി, രോഗത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും പരാതിയില്ല, പരിഭവമില്ല. ദൈവം വെച്ച് വിളമ്പുന്നതിനെ നിറഞ്ഞ മനസ്സോടെ കരം നീട്ടി സ്വീകരിച്ച ഒരു കുടുംബത്തിൻ്റെ പേരാണ് തിരുക്കുടുംബം. ഔസേപിതാവിന് പരാതിയില്ല, മറിയത്തിന് പരാതിയില്ല, ഈശോയ്ക്ക് ഒട്ടും പരാതിയില്ല. ഒരു പരാതിയില്ലാതെ എല്ലാം സ്വീകരിച്ച കുടുംബത്തിൻ്റെ പേരാണ് തിരുക്കുടുംബം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ലല്ലോ എന്ന പരാതിയും പരിഭവമൊന്നും
ഒരിക്കലും പറഞ്ഞേക്കരുത്, ആരും പറഞ്ഞേക്കരുത്. എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ലല്ലോ എന്ന പരാതി, പരിഭവം ചിന്തിച്ചു പോലും അങ്ങനത്തെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വന്നേക്കരുത്. ഉറക്കെ പറഞ്ഞ് ഹാലേലൂയാം, ഹാലേലൂയാം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പന ഇതാണ്. അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് വചനം പൗലോസ്ലീഹ സൂചിപ്പിച്ചിട്ട് പറയാണ്, വാഗ്ദാനത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പന ഇതാണ്. ഞാൻ അച്ഛനൊക്കെ ആകുന്നതിന് മുമ്പ്, വൈദിക വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണോ അതിന് മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കണ്ട ഒരു സിനിമയിൽ എനിക്ക് എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ച ഒരു കൊച്ചു രംഗമുണ്ട്. ഒരു കുഞ്ഞു രംഗമാണ്, അതിപ്പോഴും മനസ്സിൽ ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് സിനിമയിലെ നായക കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ അപ്പനും കൂടെ ഒരു തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പന് ഒത്തിരി പ്രായമായി, ഏകദേശം മരണത്തോടൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പൻ്റെ കൂടെ മകൻ ഇങ്ങനെ നടക്കുകയാണ്. നായകനാണ്, മകനായിട്ടുള്ള നായകനാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവർ ഒത്തിരി ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ വ്യക്തികൾ പിന്നീട് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും, പ്രത്യേകിച്ചും ഈ മകൻ്റെ കഷ്ടപ്പാടും അധ്വാനത്തിനൊടുവിൽ ഒരു വലിയൊരു സാമ്പത്തിക നിലയിലേക്കൊക്കെ എത്തി. അതാണ് സിനിമയിലെ കഥ. അപ്പോൾ ഈ അപ്പനോടൊപ്പം പഴയ ദാരിദ്ര്യത്തിൻ്റെ കഥകളൊക്കെ ഓർത്തും പറഞ്ഞും ഇവരിങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പൻ ഇങ്ങനെ മകൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പം മകനോട് ഇങ്ങനെ പറയാണ്, മോനെ, നിനക്ക് വേണ്ടി ഒന്നും തരാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ, നിനക്കായിട്ട് ഒന്നും തരാൻ. ഈ സമ്പത്ത് ഇതൊക്കെ മകൻ്റെ കഷ്ടപ്പാടും അധ്വാനം കൊണ്ട് സമ്പാദിച്ചതാണ്. അപ്പനും കൂടെ ഉണ്ടെങ്കിലും അപ്പം പറയാണ്, നിനക്ക് വേണ്ടി ഒന്നും തരാൻ ഈ അപ്പന് സാധിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ എന്നിങ്ങനെ അപ്പം പറയാണ്. അപ്പോൾ ഈ മകൻ അപ്പനെ ചേർത്ത് പിടിച്ച് അപ്പനോട് പറഞ്ഞ വാക്കുകൾ, മറുപടി ഒറ്റ വാക്കേ ഉള്ളൂ, എൻ്റെ അപ്പനായില്ലേ, അത് മതി, എൻ്റെ അപ്പനായില്ലേ അത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, അത് പോരെ നമുക്ക്. അപ്പൻ എനിക്ക് വേണ്ടി സമ്പാദിക്കാത്തത്, അമ്മ എനിക്ക് വേണ്ടി സമ്പാദിക്കാത്തത്, അവർ എനിക്ക് വേണ്ടി കരുതി വയ്ക്കാത്തത്, അതൊന്നും ഒരിക്കലും പരാതിയായി പരിഭവമായി നമ്മൾ പറയരുത്. അപ്പനായില്ലേ, അമ്മയായില്ലേ, കുറവുണ്ടാകാം, പോരായ്മയുണ്ടാകാം, എങ്കിൽ അപ്പനായില്ലേ, അമ്മയായില്ലേ, അത് തന്നെ കൃതജ്ഞതയുടെ ഒരു ജീവിതമാക്കി മാറ്റാം, നന്ദിയുടെ ഒരു ജീവിതമാക്കി മാറ്റാം. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാം, 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 ഹാലേലൂയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നു, ഇപ്പോൾ 6 കൂട്ടരെ നമ്മൾ കണ്ടു: മറിയം, ജോസഫ്, എലിസബത്ത്, സക്കറിയ, സത്രമുടമകൾ, കന്നുകാലികൾ. ഇങ്ങനെ ദൈവപുത്രനെ സ്വീകരിക്കാൻ അവസരം ലഭിച്ച, ഭാഗ്യം ലഭിച്ച 6 കൂട്ടം ആളുകൾ. ഇനി ഏഴാമത്തെ ഏതാണ്? ഏഴാമത്തെ കൂട്ടർ നിങ്ങൾ ഇത്ര നേരം ഏത് ചോദിച്ചാലും പറഞ്ഞിരുന്ന ഉത്തരവില്ല, അതാണ് ഇനി പറയേണ്ടത്. അതിനി ആരും പറയില്ല. ഏതാണത്? ആട്ടിടയന്മാർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആട്ടിടയന്മാർ. ഏഴാമത്തെ, അവർക്കും ലഭിച്ചു എന്ത് ഭാഗ്യം? ഈ രക്ഷകനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം: വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇതാണ് ഈ ആട്ടിടയന്മാർക്ക് ലഭിച്ച വാർത്ത. അവർക്ക് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട്, അഥവാ ദൈവദൂതൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഈ വാർത്ത നൽകി. എന്നാൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവരോട് ഈ കാര്യം പറഞ്ഞേ, അല്ലാതെ ഈ പാവം മനുഷ്യരറിയാൻ വേറെ ഒരു മാർഗ്ഗവും. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ പത്രത്തിൽ വായിച്ചറിയാം, ടി വിയിൽ ന്യൂസ് കേട്ടറിയാം, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻ്റർനെറ്റിലോ യൂട്യൂബിലൂടെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇതൊന്നും അറിയാതെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് ജീവിക്കുന്ന കുറേ മനുഷ്യർ ഇന്നും ഉണ്ട് നമുക്ക് ചുറ്റിലും. ഒന്നും അറിയുന്നില്ല, അവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഒന്നും അറിയാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ജീവിക്കുന്ന കുറേ പാവം മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഒന്നും അറിയാതെ ജീവിക്കുന്ന കുറേ പാവം മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, അന്ന് കാലത്ത് ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ഈ ആട്ടിടയന്മാർ. അവർ സ്കൂളിലൊന്നും പോയിട്ടില്ല, അവർക്ക് അറിവില്ല, വിദ്യാഭ്യാസമില്ല, അക്ഷരജ്ഞാനമില്ല. അവരാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ആടുമാടുകളുമായിട്ട് പുറപ്പെട്ടാൽ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ തിരിച്ചു ചെല്ലുക. വീട്ടിൽ നടക്കുന്ന വാർത്തകൾ പോലും ഈ പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആരെങ്കിലും പോയി പറയാതെ ഈ കാര്യം ഇവരറിയില്ല. അതുകൊണ്ട് അവരും ഈ ദൈവപുത്രൻ ജനിച്ച വാർത്ത എല്ലാവരും അറിയണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ട, അറിവോ വിവരമോ വിദ്യാഭ്യാസമോ അക്ഷരാഭ്യാസമോ ഒന്നുമില്ലാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ പാവം മനുഷ്യരുടെ അടുത്തേക്ക് ദൈവം ദൂതനെ പറഞ്ഞു വിടുകയാണ്. അവർ ഈ വാർത്ത അറിയിക്കുകയാണ്. അവരത് കണ്ണും പൂട്ടി വിശ്വസിച്ചു എന്നുള്ളതാണ്. ഉറക്കപ്പിച്ചിൻ്റെ ഇടയ്ക്ക് ചാടി എണീറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണത്. പക്ഷെ അവരത് കണ്ണും പൂട്ടി വിശ്വസിച്ചു. അവരോട് ദൂതൻ എന്താ പറഞ്ഞേ? ബേത്ലഹേമിലേക്ക് ചെന്നോ, അവിടെ ഒരു അടയാളം എന്താ? പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞൊരു കുഞ്ഞിനെ കാണാം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് തന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളും എടുക്കുന്നത്.
ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞാണ് എല്ലാ കുഞ്ഞിനെയും കിടക്കുന്നത്. പിന്നെ ഒരു അടയാളമുണ്ട്, ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് കാണാം. അതാണ് ഒരു അടയാളം. പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് സാധാരണഗതിയിൽ പുൽത്തൊട്ടിയിൽ കുഞ്ഞുങ്ങൾ കിടക്കില്ല. പ്രസവിച്ച കുഞ്ഞിനെ, ജനിച്ച കുഞ്ഞ് അങ്ങനെ കിടത്തില്ല. അപ്പോൾ അതാണ് അടയാളം. പക്ഷെ അത്രയേ ഉള്ളൂ അടയാളം. ഈ പാവങ്ങൾ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ രക്ഷകൻ്റെ അടുത്തേക്ക് എത്താൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ അവരതൊന്നും ചർച്ച ചെയ്യാൻ നിന്നില്ല. വാർത്ത കേട്ടു, ഇറങ്ങി പുറപ്പെടാണ്, ചാടി പുറപ്പെടാണ്. അവർ പറയുന്ന വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. 15-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, നമുക്ക് ബേത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അതാണ് അവർ ചെയ്ത കാര്യം. കേട്ട വാർത്ത കണ്ണും പൂട്ടി അവർ വിശ്വസിച്ചു. അവരവിടെ ചോദ്യം ചെയ്യാൻ നിന്നില്ല, വേറെ ചർച്ചകൾക്കൊന്നും നിന്നില്ല. അവരിറങ്ങി പുറപ്പെടാണ്. അവർ പോയി കാണുന്നു, അവരാ ദൈവപുത്രനെ ആരാധിക്കുന്നു. അതിനുശേഷം തിരിച്ചു വന്ന് ഈ വാർത്ത, ഈ മംഗളവാർത്ത, ഈ സന്തോഷകരമായ വാർത്ത, ഈ രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത സകല മനുഷ്യരെയും അറിയിക്കുകയാണ്, സകല മനുഷ്യരെയും. അപ്പോൾ ദൈവിക വെളിപ്പെടുത്തലിനെ നിഷ്കളങ്കമായി സ്വീകരിക്കാൻ, കണ്ണും പൂട്ടി സ്വീകരിക്കാനുള്ള ഒരു നിഷ്കളങ്ക നിർമ്മല മനസ്സ് ആ പാവമാട്ടിടയന്മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദൈവം വെളിപ്പെടുത്തൽ കിട്ടുന്നവർ വിശ്വസിച്ചാലല്ലേ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവം ആ നിഷ്കളങ്ക മനസ്സുകളുടെ മുൻപിൽ, നിർമ്മല മനസ്സുകളുടെ മുൻപിൽ കർത്താവ് അത് വെളിപ്പെടുത്താണ്. ആ പാവങ്ങളത് വിശ്വസിച്ചുകൊണ്ട് അവർക്കത് അനുഗ്രഹമായി. പിന്നെ പോയിട്ട് അവർ പറ്റുന്നിടത്തോളം ആളുകളോടൊക്കെ അവർ പോയി അത്ഭുതകരമായ വാർത്ത അറിയിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി അടുത്തതായി ഈ വാർത്ത അറിഞ്ഞത് ആരായിരിക്കും? അടുത്തതായി ഈ വാർത്ത അറിഞ്ഞത് ആരായിരിക്കും? ആലോചിക്ക്. അടുത്തതായിട്ട് ഈ വാർത്ത അറിഞ്ഞത്, ഈശോയുടെ ജനന വാർത്ത അറിഞ്ഞത് ആരായിരിക്കും? നല്ലപോലെ ആലോചിച്ചൊരു മണ്ടത്തരം പറ. ആരായിരിക്കും അടുത്തതായിട്ട്? മാലാഖമാരോ? രാജാക്കന്മാർ. അതിന് മുമ്പുണ്ട്, വേറെയുണ്ട് ആൾക്കാർ, അറിഞ്ഞവരുണ്ട്, വേറെയുണ്ട്. ആരായിരിക്കും? ഈശോ ജനിച്ച് 8-ാം ദിവസം എന്താ നടന്നത്? 8-ാം ദിവസം നമ്മളവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? വാർത്തയൊന്നും വായിക്കാൻ പറ്റില്ല. ഈശോ ജനിച്ച 8-ാം ദിവസം എന്താ നടന്നേ? അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ വേണ്ടി മാതാവും ഔസേപിതാവും ജെറൂസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ദേവാലയത്തിൽ ചെന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താ? ശിമയോൻ എന്നു പേരുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ആരായിരുന്നുവെന്ന് ബൈബിളിൽ കുറച്ച് വിശേഷണങ്ങൾ പറയുന്നുണ്ട്. ജെറൂസലേമിൽ ശിമയോൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. ഒരാൾ ശിമയോൻ. ഇയാളുടെ പ്രത്യേകതകൾ പറയാണ്. നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. 4 പ്രത്യേകതകളാണ് ആദ്യം പറയുന്നത്. ഒന്ന്, നീതിമാനാണ്, അതുപോലെ ദൈവഭക്തനാണ്. ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷകൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ. ഇസ്രായേലിൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. രക്ഷകൻ്റെ ജനന വാർത്ത പ്രതീക്ഷിച്ച്, ജനനം അത് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തിരുന്ന ആളാണ്. 4-ാമത്തെ പ്രത്യേകത പരിശുദ്ധാത്മാവുള്ള മനുഷ്യൻ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രത്യേകതകൾ പറയുന്നത് വളരെ വലിയൊരു പ്രത്യേകത അദ്ദേഹത്തെ പറ്റി പറയുന്നത് ബൈബിളിൽ. ഇനി എന്താണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്? വലിയൊരു സവിശേഷത. നിങ്ങളെന്താ ബംഗാളികളുടെ പോലെ ഇരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വലിയൊരു സവിശേഷത അടുത്തതായിട്ട് പറയുന്നുണ്ട്. രക്ഷകനെ കാണുന്നത് വരെ, ബാക്കി പറ, മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിനൊരു വലിയ ഭാഗ്യം കൊടുത്തിരുന്നു. രക്ഷകനെ കാണുന്നവർ നീ മരിക്കില്ല, രക്ഷകനെ കാണുന്നവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഈ വാർദ്ധക്യത്തിലും ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പരിഹാരത്തിലും ഇദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുക, രക്ഷകന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. കാരണം താൻ മരിക്കുന്നതിന് മുമ്പ് എന്തായാലും രക്ഷകനെ കാണാൻ പറ്റും. ആ വാക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ആ വാക്ക് ലഭിച്ച വ്യക്തിയായിരുന്നു ആ മനുഷ്യന്. 27-ാമത്തെ വാക്കിൽ വായിക്കുകയാണ്, ശക്തമായൊരു പ്രേരണ ലഭിക്കുകയാണ്. ദേവാലയത്തിൽ മറിയവും ജോസഫും ഉണ്ണീശോനെ സമർപ്പിക്കാൻ വന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം എവിടെ ഇരിക്കണത് നമുക്ക് അറിഞ്ഞുകൂടാ. ജെറൂസലേമിൽ ഒരു മനുഷ്യനെ പറയുന്നുള്ളൂ. ചിലപ്പോൾ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകാം. ശക്തമായൊരു പ്രേരണ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണ്. ചെല്ല് എവിടേക്ക്? ദേവാലയത്തിലേക്ക് ചെല്ല്. പ്രേരണ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ ദേവാലയത്തിലേക്ക് പോവാണ്. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് ഔസേപിതാവും മാതാവും ഉണ്ണീശോയായിട്ട് നിൽക്കുക. ഓടി ചെന്നിട്ട് കൊച്ചിനെ ഇങ്ങോട്ട് മേടിച്ചു. നമ്മൾ മനസ്സിലൊന്ന് കണ്ടേ, ഭാവനയിൽ കണ്ടേ. ഔസേപിതാവും മാതാവും ഞെട്ടിക്കാണും. ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ വന്ന് ഉണ്ണീശോനെ ഇങ്ങോട്ട് മേടിക്കുകയാണ്. ഉണ്ണീശോയെ കൈകളിൽ മേടിച്ച് പിന്നെ ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ നമ്മൾ വായിക്കുന്നു. 28-ാമത്തെ തൊട്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം
2-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. ശിമയോൻ ശിശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ആ വാചകത്തിൻ്റെ അർത്ഥം എന്താ? എന്നെ സമാധാനത്തിൽ വിട്ടയക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? എന്നെ അപ്പോൾ ഇത്ര നാൾ ഒരു സമാധാനം ഇല്ലാണ്ട് ജീവിക്കുകയായിരുന്നോ? അല്ല, സമാധാനത്തിൽ വിട്ടയക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇനി ഞാൻ മരിച്ചോട്ടെ. ഞാൻ ഇത്ര നാൾ കാത്തിരുന്ന് ഇതിനു വേണ്ടിയിട്ടാണ്. ഞാൻ എന്തിനു വേണ്ടി കാത്തിരുന്നു, എന്തിനു വേണ്ടി പ്രതീക്ഷിച്ചിരുന്നു, എന്തിനു വേണ്ടിയാണ് ഇത്രയും നാൾ ഞാൻ ഇവിടെ ആയിരുന്നത്? ആ ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞു. എൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ, ആ സാക്ഷാത്കാരം, ഒരു സാക്ഷാത്കാരം സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും എനിക്ക് നേടാനില്ല, കാണാനില്ല, കേൾക്കാനില്ല, പറയാനില്ല. ഇനി ഒന്നും എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി പാവം മനുഷ്യൻ എൻ്റെ ജീവൻ നീ എടുത്തോ. എനിക്ക് കാരണം ഞാൻ കണ്ടു കഴിഞ്ഞു, ആ വാഗ്ദാനം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. അടുത്ത വാചകം അദ്ദേഹം പറയാണ്, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ശിമയോൻ പറയുന്നത്, ഇനി രക്ഷകനെ കണ്ട എൻ്റെ കണ്ണുകൾ ഇനി വേറൊന്നും കാണണ്ട. രക്ഷകനെ കണ്ട എൻ്റെ കണ്ണുകൾ ഇനി വേറെ ഒന്നും കാണണ്ട. രക്ഷകനെ കണ്ട എൻ്റെ കണ്ണുകൾ, രക്ഷകനെ സ്പർശിച്ച എൻ്റെ കൈകൾ ഇനി വേറെ ഒന്നും സ്പർശിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, ശിമയോൻ പറയാണ്, ഇനി ഞാൻ മരിച്ചു പോക്കോട്ടെ, ഇനി ഞാൻ എന്നെ സമാധാനത്തിൽ വിട്ടയക്കി. കർത്താവ്, നിൻ്റെ നിത്യവിശ്രമത്തിലേക്ക്, നിൻ്റെ സമാധാനത്തിലേക്ക് എന്നെ നീ ഒന്ന് പ്രവേശിപ്പിക്കുക. കാരണം ഞാൻ കാണേണ്ടത് എന്തോ അത് കണ്ടു കഴിഞ്ഞു. രക്ഷകനെ കണ്ട കണ്ണുകൾ വേറൊന്നും കാണാൻ ആഗ്രഹിക്കില്ല. രക്ഷകനെ കണ്ട കണ്ണുകൾ വേറെ ഒന്നും കാണാൻ ആഗ്രഹിക്കില്ല. നമ്മളറിയണം, നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങൾ 5 വാതിലുകളാണ്. ഈ നമുക്ക് ചുറ്റിലുമുള്ള ഈ ലോകം നമുക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്, ലോകത്തിൻ്റെതായ അറിവുകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ നമുക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന 5 വഴികൾ, 5 വാതിലുകളാണ് ഏത്? ഈ 5 ഇന്ദ്രിയങ്ങൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിവ് നമുക്ക് കണ്ണുകളിലൂടെയാണ് നമുക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കണ്ണുകൾ ഒരിക്കൽ രക്ഷകനെ കണ്ട കണ്ണുകൾ അരുതാത്തതൊന്നും കാണാൻ ആഗ്രഹിക്കില്ല. ഇന്ന് നമ്മുടെ കണ്ണുകൾ അരുതാത്തവ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം തിന്മ ഇന്ന് സംഭവിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ കണ്ണുകളുടെ മേഖല. കണ്ണുകൾ അരുതാത്ത കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നു. അതിന് ഇഷ്ടംപോലെ അവസരമുണ്ട്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനോ ഉണ്ടെങ്കിൽ എന്തും കാണാം. അതിനുള്ള എല്ലാ അവസരവും നമുക്കുണ്ട്. ലോകത്ത് നടക്കുന്ന ഏത് മ്ലേച്ഛതയും ഏത് പാപവും നമുക്ക് കാണാനുള്ള അവസരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മറ്റ് അരുതാത്ത കാഴ്ചകളുടെ പുറകെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇന്ന് വരെ ഞാൻ രക്ഷകനെ എൻ്റെ കണ്ണുകൾ കണ്ടിട്ടില്ല, രക്ഷാകര അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. രക്ഷകനെ കണ്ട കണ്ണുകൾ, രക്ഷാകര അനുഭവം സ്വന്തമാക്കിയ വ്യക്തി വേറൊന്നും കാണാൻ ആഗ്രഹിക്കില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 34-ാം വാക്യം, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാം. കണ്ണ് പ്രകാശം, അതായത് ഇരുട്ടിൽ, അന്ധകാരത്തിൽ വിളക്ക് നമുക്ക് വെളിച്ചം തരും പോലെ കണ്ണുകളുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് പറയണേ. ശരീരം മുഴുവൻ പ്രകാശം എന്ന് അത് എന്താണ് സംഭവം? പ്രകാശം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ബൈബിളിലുണ്ട്. ആരാണത്? ഈശോ. അപ്പോൾ പ്രകാശം എന്തിൻ്റെ പ്രതീകമാണ്? ഈശോയുടെ തന്നെ പ്രതീകമാണ്, ഈശോയുടെ പ്രതീകമാണ്. അപ്പോൾ ശരീരം മുഴുവനും പ്രകാശിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവനും യേശുവിനാൽ നിറയും. എൻ്റെ ശരീരത്തിൽ ഓരോ കോശങ്ങളും കർത്താവിനാൽ നിറയും. എൻ്റെ ശരീരം മുഴുവനും, അതായത് ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ക്രിസ്തുവിനെ ധരിക്കുവിൻ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. എന്നതുപോലെ തന്നെ ശരീരം മുഴുവനും ദൈവിക ചൈതന്യത്താൽ നിറയും. അപ്പോൾ എൻ്റെ ശരീരം തന്നെ പ്രകാശിക്കും. എനിക്ക് അത് വെളിച്ചമായി. ജീവിതത്തിൽ നമുക്ക് ചുറ്റിലും ഒത്തിരി അന്ധകാരമുണ്ട്. പാപത്തിൻ്റെ, അശുദ്ധിയുടെ, തിന്മയുടെ, അല്ലെങ്കിൽ പൈശാചിക പീഡകളുടെ, അല്ലെങ്കിൽ ദുരിതങ്ങളുടെ, ദുഃഖങ്ങളുടെ, വേദനകളുടെ അന്ധകാരം നിറഞ്ഞൊരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ വെളിച്ചം വേണം. ആ വെളിച്ചം എന്നിൽ നിറയാൻ കണ്ണിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കർത്താവ് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി നമ്മൾ കാണുന്നു ഈ സന്തോഷകരമായ ഈ യാഥാർത്ഥ്യം, യേശുവിൻ്റെ വരവ് അറിഞ്ഞ എട്ടാമത്തെ വ്യക്തിയെ പറ്റി പറഞ്ഞു ശിമയോൻ. 9-ാമത് ആരായിരിക്കും? 9-ാമത്
ശിമയോൻ അറിഞ്ഞ കൂട്ടത്തിൽ അപ്പം തന്നെ അറിഞ്ഞ വേറൊരാളുണ്ട്. അതാരാ? അന്ന എന്നു പേരുള്ള പ്രവാചിക. അത് പ്രവാചികയായിരുന്നു. ഈ പ്രവാചികയുടെ പ്രത്യേകത ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36-38 വാക്യങ്ങളിലൊക്കെയായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ വായിക്കുന്നത് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്: ഫനുവേലിൻ്റെ പുത്രി, ആഷേർ വംശത, അതിനേക്കാൾ ഒരു പ്രവാചികയായിരുന്നു. പ്രത്യേകതകൾ ഇങ്ങനെയാണ് തുടർന്ന് പറയുന്നത്: കന്യകാപ്രായം മുതൽ 7 വർഷം വരെ ഭർത്താവിനോടൊപ്പം ജീവിച്ചു. എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് വിവാഹ സമയം തൊട്ട് 7 വർഷം, എന്ന് വെച്ചാൽ 7-ാം വർഷം ഭർത്താവ് മരിച്ചു, അവൾ പിന്നെ വിധവയായി. ആ സമയം മുതൽ പിന്നീട് ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും അവൾ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. അവളുടെ പ്രായവും പറയുന്നുണ്ട്. 84 വയസ്സായ ആ വിധവ, 84 വയസ്സ്. ഇപ്പം ഏകദേശം ഒരു 60 വർഷമെങ്കിലും നമുക്ക് അനുമാനിക്കാം. 60 വർഷമെങ്കിലും ദേവാലയത്തിൽ നിരന്തരം രാവും പകലും ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞിരുന്ന ഒരു 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 പ്രവാചിക. ആ പ്രവാചികയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രചോദനം കൊടുത്തു. ദാണ്ടേ വന്നിട്ടുണ്ട്, ഇത്ര നാൾ കാത്തിരുന്ന ആൾ വന്നിട്ടുണ്ട്, ദേവാലയത്തിലുണ്ട്, വേഗം പോവാണ്. അവിടെ കാണാണ് ഉണ്ണിയേശുവിനെ ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും കൈകളിൽ. ആ കുഞ്ഞിനെ നോക്കി ആ സമയത്ത് ആ അന്ന എന്ന പ്രവാചക പറയാണ്, അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ശിമയോൻ എന്ന വ്യക്തി, ശിമയോൻ എന്ന ആ ദൈവഭക്തനായ മനുഷ്യനും അന്ന എന്ന പ്രവാചികയും ദൈവപുത്രൻ്റെ വരവ് മനസ്സിലാക്കി അവർ ഏറ്റവും സന്തോഷത്തോടെ കൃതജ്ഞതാ സ്തോത്രത്തോടെ അതിനോട് പ്രതികരിച്ചു. ഈശോയെ രക്ഷകനെ സ്വീകരിക്കാൻ അവർ തയ്യാറായി. ഇനി അടുത്തതായിട്ട് രക്ഷകൻ്റെ വരവ് അറിഞ്ഞ വ്യക്തികൾ ആരാണ്? 10ാമതായി അതാരാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഉത്തരത്തിൽ വരും. ഏതാണത്? ആട്ടിടയന്മാരെ പോലെ തന്നെ വേറൊരു വിഭാഗം ഉണ്ടല്ലോ, അതാരാണ്? ജ്ഞാനികൾ. 3 ജ്ഞാനികൾ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുക. 1-3 വരെ. ഹെരോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറൂസലമിലെത്തി. നമ്മൾ ഈ ജ്ഞാനികളെക്കുറിച്ചൊന്ന് ചിന്തിക്കണം, നല്ലതാണ്. ഇവർ എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യാൻ കാരണം? പൗരസ്ത്യ ദേശത്തു നിന്ന് വന്നു എന്ന് പറയണേ. അപ്പോൾ അതിലൊരെണ്ണം ഇന്ത്യ എന്നും പറയുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വസിച്ച് പോരുന്ന ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടെ എവിടെ നിന്നൊക്കെ വന്നേന്ന്. ഏതായാലും ഒരുപാട് ദൂരെ നിന്ന് 3 ജ്ഞാനികൾ, അവരെ 3 രാജ്യത്തിൻ്റെ രാജാക്കന്മാരായിരുന്നു, ചെറിയ രാജാക്കന്മാരായിരുന്നു എന്നും പറയുന്നു. അതുകൊണ്ടാണ് പൂജാ രാജാക്കന്മാരെന്നൊക്കെ പറയുന്നതിന് കാരണം. ഈ 3 ജ്ഞാനികൾ അവർ ഇങ്ങനെ രക്ഷകൻ ജനിച്ചു എന്ന് മനസ്സിലാക്കിയത് എന്തടയാളം അവർക്ക് കിട്ടിയത്? എന്തടയാളം അവർക്ക് കിട്ടിയത്? എന്താണ്? ഒരു നക്ഷത്രം, കിഴക്കൊരു നക്ഷത്രം കണ്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നക്ഷത്രമാണെങ്കിൽ അതെവിടെയാണ് ഉദിക്കുക? ഭൂമിക്കടിയിലാണോ? അല്ല, ആകാശത്ത് മുകളിലാണ്. അപ്പം മുകളിലെ ആകാശത്താണ് നക്ഷത്രമെങ്കിൽ, അങ്ങനെ ഒരു നക്ഷത്രം ഉദിച്ചെങ്കിൽ ഇവർ 3 പേരും മാത്രമേ അത് കണ്ടിട്ടുള്ളൂ? അങ്ങനെയാണോ? അല്ല, നക്ഷത്രം ആകാശത്താണെങ്കിൽ ആകാശത്തേക്ക് നോക്കുന്ന എല്ലാവർക്കും ഇത് കാണാം. രാത്രിയിൽ ആകാശത്തേക്ക് എല്ലാവർക്കും എന്ത് കാണാം? നക്ഷത്രം കാണാം. എന്നാൽ ഈ 3 പേര് മാത്രമാണ്, ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യർ നക്ഷത്രം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ 3 പേര് മാത്രമാണ് അത് രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള സൂചനയാണെന്ന് തിരിച്ചറിഞ്ഞത്. അതാണ് ജ്ഞാനം. നമ്മുടെ ചുറ്റിലും നടക്കുന്ന, പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ രക്ഷകനിലേക്ക്, ദൈവത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് സാധിക്കണം. നമ്മളതിലേക്ക് നയിക്കണം. അതാണ് ജ്ഞാനം. അപ്പോൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ നമുക്ക് ചുറ്റിലും ചില ദുരന്ത സംഭവങ്ങൾ നടക്കുന്നു. ഉദാഹരണത്തിന് ഉരുൾപൊട്ടലുണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കൊറോണ പോലെയുള്ള മാരക മഹാമാരികൾ കടന്നു വരുന്നു, അല്ലെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലുണ്ടാകുന്നു. ഇത്തരം സംഭവവികാസങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഇതെല്ലാം നമ്മൾ എവിടേക്ക് നയിക്കണം? ഈശോയിലേക്ക്, ദൈവത്തിലേക്ക് എത്തിക്കണം. അഥവാ ഇനി നല്ല കാര്യങ്ങൾ, നല്ല സംഭവങ്ങൾ എന്തും ആകട്ടെ, ചുറ്റിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അതെല്ലാം നമ്മളെ ദൈവത്തിലേക്ക് നമ്മളെ എത്തിക്കണം. അങ്ങനെ പ്രാർത്ഥനാപൂർവ്വം ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അങ്ങനെ പ്രാർത്ഥനാപൂർവ്വം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈശോയുടെ അടുത്ത് നമ്മളത് വായിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുക. അവിടെ ഈശോ ഇങ്ങനെ ജനത്തോട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് ഒരു സംഭവം യേശുവിൻ്റെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു സംഭവം പറയാണ്. ഈശോയ്ക്ക് ആ സംഭവത്തെ പറ്റി എന്താ അഭിപ്രായം എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഈശോയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തണേ. അതെങ്ങനെയാണ് ആ സംഭവം? ഗലീലിയക്കാരായ ഏതാനും ചിലരുടെ ബലികളിൽ അവരുടെ രക്തം കൂടെ പീലാത്തോസ് കലർത്തിയ വിവരം അന്നേരം അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിച്ചു. ഇതാണ് നമ്മൾ വായിക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. എന്താ സംഭവം?
അതായത് പീലാത്തോസ് കുറേ ആൾക്കാരെ വധിച്ചു, കൊലപ്പെടുത്തി. ആരെയാണ് വധിച്ചത്? ഗലീലിയക്കാരെ. അവരെന്താ ചെയ്തത്? അവർ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ വന്ന് പീലാത്തോസ് പട്ടാൾക്കാരെ അയച്ചു കൊന്നു. and ആ രക്തവും ബലിയുടെ രക്തവും കൂടി കലർന്നു. ഇതാണ് സംഭവം. ഈ സംഭവത്തെ ഈശോയുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു അഭിപ്രായം പറയാനുണ്ടാവുമല്ലോ. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ടി വിയിൽ ഒരു വാർത്ത കേട്ടു, നമ്മൾ 4 ആൾ കൂടുമ്പോൾ അത് പറഞ്ഞു, അപ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞു, നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു, അങ്ങനെ നമ്മളായിട്ടൊരു നിഗമനത്തിലേക്ക് സംഗതി എത്തിക്കും. ചാനലിലൊക്കെ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർക്ക് അവരുടേതായ ഒരു നിഗമനത്തിലേക്ക് അവർ സംഭവം അങ്ങനെ എത്തിക്കും. അവരുടേതായ ഒരു നിഗമനത്തിലേക്ക് അവരെത്തും. എന്നതുപോലെ ഇവർക്ക് അറിയണം ഈശോയ്ക്ക് എന്താ പറയാനുള്ള ഈ സംഭവത്തെ പറ്റി. അപ്പോൾ പ്രധാനമായും അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവുണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താണ്? ഈശോ ഇപ്പോൾ പറയും, ഈ പീലാത്തോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ മഹാദുഷ്ടനാണ്. അതുകൊണ്ടാണല്ലോ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാവം കുറേ മനുഷ്യരെ കൊന്നു കളഞ്ഞത്. അയാൾ മഹാദുഷ്ടനാണ്, അയാളെ നമുക്ക് താഴെ ഇറക്കണം, നമുക്കൊരു കലാപമൊക്കെ സംഘടിപ്പിക്കാം, ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാം, എന്നിട്ട് അയാൾക്കെതിരെ സമരം ചെയ്യാം, ഞാനും കുറച്ച് അത്ഭുതമൊക്കെ പ്രവർത്തിച്ചോളാം, അങ്ങനെ നമുക്ക് മോശ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ച പോലെ നിങ്ങളെ പീലാത്തോസിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ റോമൻ ഭരണകൂടത്തിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കാം. അങ്ങനെ പീലാത്തോസിനെതിരെ കർത്താവ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഇതാണ് അവർ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു നിഗമനം. അതാ ഈ പീലാത്തോസിൻ്റെ ദുഷ്ടതയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ പീലാത്തോസിൻ്റെ ദുഷ്ടതയെക്കുറിച്ച് ഈശോയും പറയുമായിരിക്കും. ഇതാണ് അവർ ചിന്തിക്കുന്ന ഒരു ചിന്ത. ഇന്ന് വേറൊരു കൂട്ടർ ചിന്തിക്കുന്നത് അതല്ല. അവരുടെ ചിന്ത ഇങ്ങനെയാണ്, ഈ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ അത് പാപത്തിൻ്റെ ഫലമാണെന്നാണ് എപ്പോഴും ആര് വിചാരിക്കുക? യഹൂദരുടെ ഒരു ചിന്താഗതി അതാ. എന്ത് ദുരന്തം വന്നാലും അത് പാപത്തിൻ്റെ ഫലമാണ്, അങ്ങനെ ചിന്തിക്കുന്നൊരു മനോഭാവമുള്ളവരാണ് നമ്മുടെ യഹൂദർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരുടെ ഒരു ചിന്താഗതി ഇതാണ്, ഈ ഗലീലിയക്കാർ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊല ചെയ്യപ്പെട്ടെങ്കിൽ ഇവർ മഹാപാപികളായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഒരു ബലിയർപ്പണ സമയത്ത് അവർ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ അവർ മഹാപാപികളായിരിക്കണം, അതുകൊണ്ടാണ് അവർ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരമായിരിക്കും കർത്താവ് പറയാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒരു ഉത്തരം പ്രതീക്ഷിച്ചാണ് ആര് നിൽക്കുന്നത്? ഈ വിഷയം യേശുവിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയ വ്യക്തികൾ ഇതും പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്കുകൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം ഈശോ മറുപടിയായിട്ട് പറയുന്നു. ഈശോ എന്താ പറയണത്? ഈശോ എന്താ അവരോട് മറുപടി പറഞ്ഞത്? അങ്ങനെ മരിച്ച ആ മനുഷ്യർ അന്ന് ഗലീലയിൽ ജീവിച്ചിരുന്ന മറ്റുള്ള എല്ലാവരേക്കാളും പാപികളായിരുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് പറഞ്ഞിട്ട് അടുത്ത വാചകം എന്താ? പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. അത് കഴിഞ്ഞ് ഈശോ അടുത്ത വാചകം പറയാണ്, അന്ന് സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേര് മരിച്ചു. അവർ അന്ന് ജെറൂസലമിൽ ജീവിച്ചിരുന്ന എല്ലാവരേക്കാളും കൂടുതൽ വലിയ പാപികളായിരുന്നു നിങ്ങൾ കരുതുകയാണോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. എന്ന് വെച്ചാൽ ഒരു ദുരന്ത സംഭവം യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഈശോ ആ ദുരന്ത സംഭവത്തെക്കുറിച്ചല്ല പറയണേ, മറിച്ച് നമ്മൾ പശ്ചാത്തപിക്കണം, നമ്മൾ അനുദപിച്ച് പശ്ചാത്തപിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് തരുന്നത്. അതായത് നമ്മൾ ദൈവത്തെ ലക്ഷ്യമാക്കി സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ളൊരു പ്രേരണയും പ്രചോദനവുമായിട്ട് മാറണം. അപ്പോൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ, ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം അനുതാപമാണ്, പശ്ചാത്താപമാണ്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രാധാന്യം ഇടതടവില്ലാതെ കർത്താവ് പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ കർത്താവ് അതിനെ ആ ഒരു ദുരന്ത സംഭവത്തെ വേറൊരു ദിശയിലേക്ക് തിരിച്ചുവിടാണ്. അഥവാ ജനത്തിൻ്റെ ശ്രദ്ധ, ജനം വേറൊരു ഉത്തരം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ജനത്തോട് കർത്താവ് പറയണം, നിങ്ങൾ പശ്ചാത്താപിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നശിക്കും. നിങ്ങൾ അവരുടെ കാര്യം ചർച്ച ചെയ്യാൻ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ പോയിട്ട് കാര്യമില്ല, ചാനലിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളതിന് നിഗമനങ്ങളും വിധി തീർപ്പുകളും നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. ഇതാണ് കർത്താവിൻ്റെ ഉത്തരം. എന്ന് വെച്ചാൽ നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി നമ്മുടെ ചുറ്റിലും നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ, ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ആത്മരക്ഷയെ പറ്റിയുള്ള ചിന്ത എപ്പോഴും വേണം. ആത്മരക്ഷയെ പറ്റിയുള്ള ചിന്ത, ആത്മാവിൻ്റെ രക്ഷ. നമ്മൾ വേറെ എന്തൊക്കെ ചുറ്റിലും നടന്നാലും സ്വന്തം ആത്മാവിൻ്റെ രക്ഷയെപ്പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ, സ്വന്തം ആത്മാവിൻ്റെ രക്ഷയെപ്പറ്റി യാതൊരു ചിന്തയും നമുക്കില്ലെങ്കിൽ വേറെ എന്തൊക്കെ ചർച്ച ചെയ്യാനും വേറെ എന്തൊക്കെ നേടാനും നമ്മൾ ശ്രമിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനികളുടെ യഥാർത്ഥ ജ്ഞാനം ചുറ്റിലും നടന്ന സംഭവവികാസങ്ങളെ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് എത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ഇവരെടുത്ത ത്യാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ സാഹസം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത സാഹസം. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇവർ ഒരു നക്ഷത്രം കണ്ട് അതിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടാണ്. ഒന്നാമത് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. സ്ഥലം അറിയാവോ? സ്ഥലം അറിഞ്ഞുകൂടാ. അപ്പോൾ സ്ഥലം അറിയാമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എളുപ്പമുണ്ട്. നമ്മളിപ്പോൾ അടുത്ത ദിവസം വേളാങ്കണ്ണിക്ക് പോകാൻ പ്ലാൻ ചെയ്തു. വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ വേളാങ്കണ്ണിക്കാണ് പോകേണ്ടത്. ബസ്സിന് പോകണോ ട്രെയിന് പോകണോ അല്ലെങ്കിൽ കാറിന് പോകണോ നമ്മൾ തീരുമാനിച്ചു. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് പോകാൻ ഏത് ടിക്കറ്റ് എടുക്കേണ്ടത്, ഇന്ന ദിവസം പോകാം, ഇന്ന സമയത്ത് പോകാം, ഇന്ന ട്രെയിനിൽ പോകാം, ഇത്ര ദിവസം താമസിക്കാം, പിന്നെ ഇത്ര കാര്യങ്ങൾ, വസ്ത്രങ്ങളൊക്കെ കയ്യിൽ വയ്ക്കാം, ഇത്ര പണം കയ്യിൽ വയ്ക്കാം. ഒരു കൃത്യമായൊരു പ്ലാനിങ് ഒക്കെ ഒരു പരിധി വരെ ഒരു 90% കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് പോകാം. എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതിപ്പോൾ അങ്ങനെയല്ല. ഇവർക്ക് എവിടേക്കാണ് പോകേണ്ട സ്ഥലം ഇവർക്ക് അറിഞ്ഞുകൂടാ. ആകപ്പാടെ ഒരു നക്ഷത്രം മാത്രം കണ്ടിട്ടുണ്ട്, വേറെ ഒന്നും കണ്ടിട്ടില്ല.
ഈ നക്ഷത്രത്തിൻ്റെ പിന്നാലെ എത്ര ദിവസം സഞ്ചരിക്കേണ്ടി വരും? എത്ര ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ സാധിക്കുക? ഈ നക്ഷത്രത്തിൻ്റെ പിന്നാലെ പോയി പറഞ്ഞ സ്ഥലത്ത് എത്തുമോ? ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെ കയ്യിൽ വെക്കണം, എത്ര പണം കയ്യിൽ വെക്കണം, എത്ര വസ്ത്രം കയ്യിൽ വെക്കണം, എത്ര ഭക്ഷണം കയ്യിൽ വെക്കണം, മരുഭൂമിയിലോ കടന്നു പോകേണ്ടി വരുമോ, പുഴയും തോടും കടലും ഒക്കെ കടക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ കുന്നും മലയൊക്കെ താണ്ടേണ്ടി വരുമോ, ഒന്നും അറിഞ്ഞുകൂടാ. ഇതെല്ലാറ്റിനും പുറകെ കണ്ടത് നക്ഷത്രമാണ്. നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് എപ്പോഴാണ് ഇതിനെ കാണാൻ പറ്റുക? നക്ഷത്രത്തെ എപ്പോഴാണ് നക്ഷത്രത്തെ കാണാൻ പറ്റുക? നിങ്ങളാരും ഇന്ന് വരെ നക്ഷത്രത്തെ ഒന്നും കണ്ടിട്ടില്ല. നക്ഷത്രത്തെ കാണണമെങ്കിൽ രാത്രിയെ കാണാൻ പറ്റും, പകൽ കാണാൻ പറ്റും ഒരു നക്ഷത്രത്തെ. അത് ഏത് നക്ഷത്രമാണ്? സൂര്യനൊരു നക്ഷത്രമാണെന്ന് അറിയാലോ അല്ലേ? സൂര്യനും ഒരു നക്ഷത്രമാണ്. അപ്പോൾ സൂര്യൻ എന്ന നക്ഷത്രത്തെ പകൽ കാണാം, അതുകൊണ്ട് വേറെ നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ രാത്രിയാണ് നക്ഷത്രങ്ങളെ കാണുക. അപ്പോൾ ഈ പാവം 3 മനുഷ്യർ അവരുടെ യാത്ര എപ്പോഴായിരിക്കും? രാത്രിയിൽ ഒന്നാമത് വഴി അറിയില്ല, ദിശയറിയില്ല, ദിക്കറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഒന്നും അറിയില്ല. അതും പോരാഞ്ഞ ആകാശത്തെ നക്ഷത്രത്തിൽ നോക്കിയുള്ള പോക്കാണ്. അത് രാത്രിയിൽ എന്താ പറയുക, രാത്രിയിൽ യാത്ര ചെയ്താൽ തന്നെ ഇടിഞ്ഞുപൊളിഞ്ഞ് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതും ആകാശത്ത് നോക്കി നടക്കുകയാണെങ്കിൽ ഇവനെ പറയാനുമില്ല. എന്തുമാത്രം റിസ്ക് എടുത്തിട്ടാണ് ഈ പാവം 3 മനുഷ്യർ പക്ഷെ അവർ ആ റിസ്ക് എടുത്തു. വിശ്വാസത്തിന് നൽകപ്പെടുന്ന നിർവചനങ്ങളിൽ ഒരു നിർവചനം, കീർക്കഗാർഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി പറയുന്ന നിർവചനമാണ് ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ്. അന്ധകാരത്തിലേക്കുള്ള എടുത്തുചാട്ടമാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ശരിക്കൊരു നേർസാക്ഷി നമുക്കിവിടെ. അക്ഷരാർത്ഥത്തിൽ ഇവർ അന്ധകാരത്തിലേക്ക് എടുത്തുചാടും. അക്ഷരാർത്ഥത്തിൽ ഇവർ അന്ധകാരത്തിലേക്ക് എടുത്തുചാടും. ഒന്നും അറിയില്ല, ദിശ അറിയില്ല, ദിക്കറിയില്ല, ദേശം അറിയില്ല, വഴി അറിയില്ല, കയ്യിൽ എത്ര പണം കരുതണമെന്നറിയില്ല, എന്തൊക്കെ കയ്യിൽ വെക്കണം ഒന്നും അറിയില്ല. ഈ പാവം മനുഷ്യർ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സമർപ്പണം അപാര സമർപ്പണം. പക്ഷെ അവസാനം അവരെത്തി, ദൈവപുത്രനെ കണ്ടു, കൊണ്ടുവന്നൊക്കെ സമർപ്പിച്ചു, ആരാധിച്ചു, സന്തോഷത്തോടെ പുതിയൊരു വഴിയിലൂടെ അവർ തിരിച്ചുപോയി. പുതിയൊരു വഴിയിലൂടെ, അതായത് പുതിയൊരു വഴി, പിന്നെ വന്ന വഴിയല്ല, പിന്നെ വേറൊരു വഴിയാണ്. ദൈവപുത്രനെ കണ്ടാൽ പിന്നെ വന്ന വഴിയിലല്ല, പിന്നെ തിരിച്ചു പോകും. വന്ന വഴി എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപവഴികളൊക്കെ ഉപേക്ഷിച്ച് ഒരു ക്രിസ്തുവിലേക്കൊരു വഴി പുനിത് തുറക്കപ്പെടുകയാണ്. അത് പ്രതീകാത്മകമായിട്ട് അതിനെ അങ്ങനെ മനസ്സിലാക്കാം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം ജ്ഞാനികളുടെ ആ സാഹസത്തിന് അവസാനം ഒരു പ്രത്യുത്തരം, ഒരു ഫലമുണ്ടാവുകയാണ്. അവർക്ക് ആ രക്ഷകനെ ആരാധിക്കാൻ സാധിച്ചു. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞത് അതാ. നമ്മൾ ഇപ്പോൾ ആട്ടിടയരെ പോലെ ഒരുപക്ഷെ അറിവില്ലാത്തവരും വിവരമില്ലാത്തവരാകാം. ജ്ഞാനികളെപ്പോലെ ഒരുപക്ഷെ ഒരുപാട് അറിവും അധികാരവും പദവിയും ഉള്ളവരാകാം. പക്ഷേ അറിവില്ലാത്തവരാണെങ്കിലും അറിവുള്ളവരാണെങ്കിലും, സമ്പത്തുള്ളവരാണെങ്കിലും സമ്പത്തില്ലാത്തവരാണെങ്കിലും, അധികാരമുള്ളവരാണെങ്കിലും അധികാരമില്ലാത്തവരാണെങ്കിലും, നമ്മൾ ഇതെല്ലാം തന്നെ രക്ഷകനിലേക്ക്, ദൈവപുത്രനിലേക്ക്, ഈശോയിലേക്ക് നമ്മളെ എത്തിക്കണം. ഏത് സാഹചര്യത്തിലും, പണം ഉണ്ടെങ്കിലും പണം ഇല്ലെങ്കിലും, ദൈവാന്വേഷണത്തിൽ ഇതൊന്നും തടസ്സമൊന്നുമല്ല. ജ്ഞാനികളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, ഒരു തിരക്കേടില്ലാത്ത രാജാക്കന്മാരായിരുന്നു. അവരിൽ പണം ഉണ്ടായിരുന്നു, ഒരു അറിവുണ്ടായിരുന്നു, വിവരം ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു, പദവി എല്ലാം ഉണ്ടായിരുന്നു. ഇതൊന്നും ദൈവാന്വേഷണത്തിന് തടസ്സമല്ല. അതുപോലെ തന്നെ ആട്ടിടയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇല്ലാത്തവരായിരുന്നു, അതും ദൈവാന്വേഷണത്തിന് തടസ്സമല്ല. ദൈവത്തെ പ്രാപിക്കാൻ ഒന്നും തടസ്സമല്ല. ദൈവത്തെ പ്രാപിക്കാൻ നമ്മളായിരിക്കുന്ന നമ്മുടെ കുറവും പോരായ്മയും ഒന്നും തടസ്സമല്ല. നമ്മൾ ഒരു മനസ്സ്, തുറന്നൊരു മനസ്സ്, സമ്പൂർണ്ണ സമർപ്പണത്തിനൊരു മനസ്സുണ്ടായാൽ മതി. ദൈവാന്വേഷണത്തിൽ ദൈവം നമ്മളെ സഹായിക്കും, വിജയിപ്പിക്കും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 11-ാമതായി ഇതറിയാൻ ഭാഗ്യം ലഭിച്ച, ദൈവപുത്രൻ്റെ രക്ഷകൻ്റെ വരവ് അറിയാൻ ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗമുണ്ട്. അതാരാ? 11-ാമതായിട്ട് ഇത് അറിഞ്ഞതാരാ? ഈ ജ്ഞാനികൾ പോയിട്ട് അന്വേഷിച്ചില്ലേ? അതെവിടെ അന്വേഷിച്ചേ? ഹേറോദേസിൻ്റെ കൊട്ടാരത്തിൽ. അപ്പോൾ ഹേറോദേസിന് സംഭവം മനസ്സിലായി. അതോടൊപ്പം തന്നെ അവിടെയുള്ള നിയമജ്ഞർക്ക് കാര്യം മനസ്സിലായി, അവിടെയുള്ള പുരോഹിതന്മാർക്ക് കാര്യം മനസ്സിലായി. നമ്മളത് മത്തായിയുടെ സുവിശേഷം 2-7 വരെയുള്ള വാക്യങ്ങൾ. അവരാണെങ്കിൽ നിയമത്തെപ്പറ്റി അത്യഗാധമായ അറിവുള്ള ആൾക്കാരാണ്, പ്രവചന ഗ്രന്ഥങ്ങളൊക്കെ അറിയുന്നവരാ. അത് തുറന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു എവിടെയാണ് രക്ഷകൻ ജനിച്ചതെന്ന്. ഈ നിയമഗ്രന്ഥം അറിയാം, വിശുദ്ധ ഗ്രന്ഥം അറിയാം, അതിലെ വചനം അറിയാം, അതിലെ പ്രവചനങ്ങൾ അറിയാം, എവിടെ കർത്താവ് ജനിക്കുമെന്നും അറിയാം. എല്ലാ അറിവും ഉള്ളവരായിരുന്നു ഈ നിയമജ്ഞരും പുരോഹിതരും. അവരിലൂടെ ഹെറോദോസിനും കാര്യം മനസ്സിലായി. പക്ഷെ എന്ത് സംഭവിച്ചു? അത് അവരെ ഈശോയിലേക്ക് എത്തിച്ചോ? ചിലപ്പോഴൊക്കെ ചില അറിവുകൾ നമ്മൾ ഈശോയിലേക്ക് എത്തിക്കില്ല. ഈശോയിലേക്ക് എത്തിക്കാത്ത അറിവുകളൊക്കെ നമ്മളെ നശിപ്പിക്കുന്ന അറിവാണ്. വേറെ എന്തറിഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ ഡിഗ്രി നേടിയെടുത്താലും, എത്രയൊക്കെ പഠിപ്പുണ്ടായാലും, എന്തൊക്കെ സമ്പാദിച്ചാലും, എൻ്റെ അറിവുകളും എൻ്റെ സമ്പത്തും എൻ്റെ അധികാരവും എൻ്റെ പദവി എനിക്കുള്ളതൊക്കെ എന്നെ ഈശോയിലേക്ക് എത്തിക്കുന്നില്ലെങ്കിൽ ഒക്കെ പാഴാ, എല്ലാം പാഴാ. ഈ കൂട്ടര് ഇതൊക്കെ അറിയാമായിരുന്നു. കൃത്യമായിട്ട് അവർ പറഞ്ഞു ബേത്ലഹേമിലാ കർത്താവ് ജനിച്ചിരിക്കണേ, കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ടും അതൊന്നും അവർ ഈശോയിലേക്ക് എത്തിച്ചില്ല. എന്നു മാത്രമല്ല, കൊല്ലാൻ നോക്കുക ഈശോയെ, രക്ഷകനെ കൊല്ലാൻ നോക്കുക.
രക്ഷിക്കാൻ വന്നവനെ കൊല്ലാൻ ശ്രമിച്ചാൽ പിന്നെ ആര് രക്ഷിക്കും? ഹെറോദേസിനെയും കൂടെ രക്ഷിക്കാൻ വന്ന ആളാണ് ഈശോ. ആ ഈശോയെ ഹെറോദേസ് തന്നെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹെറോദേസിനെ ആര് രക്ഷിക്കും? ഉദാഹരണത്തിന് ഒരു അപരിചിതമായൊരു വഴി കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് കാലും എഴുതി പെട്ടെന്ന് ഒരു കിണറ്റി വീണെന്ന് കരുതുക. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലം. അവിടെ കിടന്ന് കാറിക്കൂവി അവസാനം ഒരു ചിരികോളം വെള്ളമുണ്ട്, വേറെ പരിക്കൊന്നും പറ്റിയില്ല. പകുതി വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാറിക്കൂവി അവസാനം എങ്ങനെയോ കുറേ നേരം കഴിഞ്ഞ് ഒരാൾ വന്നു. നോക്കിയപ്പോൾ അതേ മുകളിൽ ഒരാൾ, അയാളൊരു കയറ് എനിക്ക് ഇട്ട് തന്നു. കയറിൽ പിടിച്ച് വലിച്ച് കയറി വരാൻ പറഞ്ഞു. ഞാനും ഇവിടുന്ന് മുറുക്കെ പിടിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കയറിൽ പിടിച്ചതിന് ശേഷം നോക്കിയപ്പോഴാണ് ഈ കക്ഷി പണ്ട് എനിക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടുള്ള, എന്നോട് ഇച്ചിരിക്ക് വിരോധമുള്ള ഒരാളാണ്. എന്നാൽ ഇവന് ഇപ്പോൾ ഒരു പണി കൊടുത്തേക്കാന്ന് കരുതി ഈ കയറ് ഒറ്റ താഴേക്കാണ് വലിച്ചു. എന്തു പറ്റി? ആ മുകളിൽ നിന്ന് ആൾ നേരെ കിണറ്റിൽ വീണു. ഇനി എന്നെ ആര് രക്ഷിക്കും? എന്നെ രക്ഷിക്കാൻ വന്ന ആളെ തന്നെ വലിച്ച് കുഴിയിലിറക്കാൻ നോക്കിക്കഴിഞ്ഞ് ഇനി എന്നെ ആര് രക്ഷിക്കും? ഹെറോദേസ് കാണിക്കുന്ന അബദ്ധം അതാണ്. അതായത് തന്നെയും കൂടെ രക്ഷിക്കാൻ വന്ന രക്ഷകരെ കൊല്ലാൻ ശ്രമിച്ച ഹെറോദേസ് ഇനി ഹെറോദേസിനെ ആര് രക്ഷിക്കും എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ രക്ഷിക്കാൻ കർത്താവ് ബലിയായി മാറി. ആ രക്ഷ ഇന്ന് തിരുസഭയിലൂടെ, കൂദാശകളിലൂടെ നമുക്ക് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ കൂദാശകളെ തന്നെ അവഹേളിക്കാനും തിരുസഭയെ അവഹേളിക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ കൂട്ടുചേരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഹെറോദേസിൻ്റെ റോള് നമ്മളവിടെ അലങ്കരിക്കുന്നുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഭൗതിക ശരീരമാണ്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ചേരുന്നതാണ് കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത്. അപ്പോൾ സഭ അതിൻ്റെ ആന്തരിക ചൈതന്യത്തിന് ഒരിക്കലും കുറവ് പോരായ്മ സംഭവിക്കില്ല. കാരണം അത് ത്രിത്വമാണ്, ഈശോ തന്നെയാണ്, ഈശോയുടെ ഭൗതിക ശരീരമാണ്, അതിലൊരിക്കലും കളങ്കപ്പെടില്ല. പക്ഷെ അതിൻ്റെ ബാഹ്യരൂപം എന്ന് വെച്ചാൽ നമ്മളാണ്. നമുക്ക് കുറവുണ്ടോ? ആ കുറവൊക്കെ സഭയ്ക്കുമുണ്ട്. എനിക്കെന്തൊക്കെ കുറവുണ്ടോ അത് സഭയുടെയും കൂടെ കുറവാണ്. നമുക്ക് എന്തൊക്കെ പോരായ്മയുണ്ട്, കാരണം നമ്മൾ ചേരുന്നതാണ് സഭ. അപ്പോൾ അതുകൊണ്ട് തന്നെ സഭയ്ക്ക് പറ്റുന്ന, സഭയെന്ന് വെച്ചാൽ സഭ നമ്മൾ ഓരോരുത്തരും മനുഷ്യരായി നമുക്ക് പറ്റുന്ന, സഭാമക്കളായി നമുക്ക് പറ്റുന്ന വീഴ്ചകൾ, അത് അൽമായരാകട്ടെ, പുരോഹിതരാകട്ടെ, മെത്രാന്മാരാകട്ടെ, ആരും ആയിരുന്നു കൊള്ളട്ടെ, നമുക്ക് പറ്റുന്ന വീഴ്ചകൾ, നമുക്ക് പറ്റുന്ന പോരായ്മകൾ, അത് നമ്മുടെ പോരായ്മകളാണ്. സഭ എന്തോ നമുക്ക് വെളിയിൽ നിൽക്കുന്ന എന്തൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ തന്നെയാണ് സഭ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും വാർത്ത കേട്ടു അപ്പോഴേക്കും നമ്മളത് ഇങ്ങനെ ചർച്ച ചെയ്തും അതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടും അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് പാസ്സാക്കിയും അത് 10,000 പേർക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്തും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഹെറോദേസിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് മാറാണ്. പ്രിയപ്പെട്ടവരപ്പോൾ നമ്മളിവിടെ 11 കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. യേശുവിൻ്റെ വരവ് അറിഞ്ഞ, യേശുവിനെ സ്വീകരിക്കാൻ അവസരം ലഭിച്ച 11 കൂട്ടം. ആദ്യം മറിയം, ജോസഫ്, എലിസബത്ത്, സഖറിയ, അതുപോലെ തന്നെ ആട്ടിടയർ, ശിമയോൻ, അന്നാ പ്രവാചിക, ജ്ഞാനികൾ, പിന്നെ ആ കന്നുകാലികൾ. ഇവരൊക്കെ അതിനെ പോസിറ്റീവായിട്ട് സ്വീകരിച്ച ആളുകളാണ്. എന്നാൽ 2-3 കൂട്ടം ആളുകൾ, ഒന്ന് സത്രമുടമകൾ, അവർക്ക് അവസരം ഉപയോഗിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഹെറോദേസിനും നിയമജ്ഞർക്കും പുരോഹിതർക്കും അവരും അതിന് ഉപകാരപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല രക്ഷകനെ കൊല്ലാനും കൂടെ ശ്രമിക്കുന്നു. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് ക്രിസ്മസിന് ഇതുവരെ ഒരുങ്ങിയത്? എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? രക്ഷകൻ എൻ്റെ ഉള്ളിൽ ജനിക്കണം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാചകമാണ്, 1000 പുൽക്കൂട്ടിൽ ഉണ്ണി ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി ജനിക്കുന്നില്ലെങ്കിൽ, ഈശോ ജനിക്കുന്നില്ലെങ്കിൽ ക്രിസ്മസിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എൻ്റെ ഹൃദയത്തിലാണ് ഈശോ വാതിലിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കാനിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈശോ വാതിലിൽ മുട്ടാണ്. എൻ്റെ ഉള്ളിൽ ഈശോയ്ക്ക് ജനിക്കാൻ പറ്റണം. എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ കർത്താവിന് ജനിക്കാനായിട്ട് സാധിക്കണം. അതിന് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഈ ക്രിസ്മസ് ഏറ്റവും വലിയ കൃപയുടെ, അനുഗ്രഹത്തിൻ്റെ ഒരു ഒരുക്കത്തോടെയുള്ള ഒരു നല്ല ആഘോഷമായിട്ട്, അല്ലെങ്കിൽ അത് വെറും ആചാരം മാത്രമായിട്ട് മാറും. ഇത് ചുമ്മാ ഒരു ആചാരമല്ല. ഈശോ എന്നും ജനിക്കാൻ ആഗ്രഹിക്കുന്നു. എവിടെ? എൻ്റെ ഉള്ളിൽ. എന്നും ഓരോ സെക്കൻഡിലും എൻ്റെ ഉള്ളിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്ന, ഉള്ളിൽ വാഴാൻ ആഗ്രഹിക്കുന്ന ദൈവപുത്രനെ നമ്മുടെ ഹൃദയം അതിനു വേണ്ടി നമുക്ക് വിശുദ്ധിയോടെ ഒരുക്കാം. ഈ ക്രിസ്മസിന് മുമ്പ് ഒരു തുറന്ന കുമ്പസാരമൊക്കെ നടത്താം. നമ്മുടെ പാപങ്ങളൊക്കെ കുമ്പസാരത്തിലൂടെ കഴുകിക്കളയാം. ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാം. അതുപോലെ തന്നെ ആ അനുരഞ്ജനത്തിലൂടെ കിട്ടുന്ന കൃപയിലൂടെ സഹോദരങ്ങളുമായിട്ട് അനുരഞ്ജനപ്പെടാം. ക്രിസ്മസ് അങ്ങനെ ഒരു ഏറ്റവും വലിയ അനുരഞ്ജനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ആഘോഷമാക്കി നമുക്ക് മാറ്റുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വേഗം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചിന്തകളെല്ലാം നമുക്ക് മനസ്സിലേക്ക് ഒന്ന് ധ്യാന വിഷയമാക്കാം. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് വചനത്തിൽ വായിക്കും പോലെ പൂജാരാജാക്കന്മാർ അല്ലെങ്കിൽ ജ്ഞാനികളുടെ സന്ദർശനം, ഈശോയെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ശിമയോൻ്റെയും അന്നായുടെയും വാക്കുകൾ, ഇതൊക്കെ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി
ധ്യാനിച്ചു, ചിന്തിച്ചു എന്ന് ബൈബിളിൽ വായിക്കും പോലെ നമ്മൾ ശ്രവിച്ചതൊക്കെ ഹൃദയത്തിലൊരു ബോധ്യമായ അനുഭവമായി മാറട്ടെ. എൻ്റെ ഉള്ളിൽ ഈശോ ജനിക്കട്ടെ, എനിക്കുള്ളിൽ ഈശോ ജനിക്കട്ടെ. 2 കരങ്ങൾ നമുക്കൊന്ന് ഉയർത്താം. മുട്ടുകൈകൾ വളയാതെ 2 കരങ്ങൾ ഉയർത്തി എന്തുമാത്രം ഉറക്കെ ഈശോയെ നമുക്ക് സ്തുതിക്കാനും ആരാധിക്കാനും സാധിക്കുമോ അത്രയും ഉറക്കെ നമുക്കൊന്ന് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉണ്ണീശോയെ ആരാധന 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 ആരാധന. ലോകരക്ഷകനെ ആരാധന, ഏകരക്ഷകനെ ആരാധന 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 ആരാധന. പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് കർത്താവെ എന്നെ വിടുവിക്കണമേ. പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ലോകം മുഴുവൻ രക്ഷിക്കാൻ മനുഷ്യാവതാരം ചെയ്ത ഈശോയെ രക്ഷിക്കണമേ. എല്ലാ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പിശാചിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും കെട്ടുകളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും അടിച്ച് കർത്താവെ എനിക്ക് വിടുതൽ നൽകണമേ. ലോകരക്ഷകനെ എന്നെ രക്ഷിക്കണമേ 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 രക്ഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.